Coca-Cola ist am Fenster fertig. ഒരു കൊക്കോളയും ഐസ് ഇടാണ്ട് ഉള്ള കൊക്കോള കേട്ടോ. ഐസ് ഇട്ടുള്ളത് വേണ്ട. ശരിയാ. കൊക്കോളയുടെ അപ്പന്മാരെ തേടിയിട്ടുള്ള യാത്ര നമ്മള് അറ്റ്ലാന്റയിലെ വന്ന് നിൽക്കുന്നത്. എടുക്കുന്നു, പിടിക്കുന്നു. ഇതൊരു ഫുഡ് ബ്ലോഗ് ആയിട്ടപ്പോ ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവരണ്ട ഒരു ഇൻസുലിൻ ഇവിടെ വന്നു കഴിഞ്ഞാല് ഫുഡിന്റെ വയറ് കഴിഞ്ഞിട്ടുണ്ട്. വയറ് തീർന്നു. നമ്മുടെ കൊക്കോളയുടെ റെസിപ്പികൾ സൂക്ഷിക്കില്ല, അതിനുള്ള വോളുണ്ട്, അതിനുള്ള ഡോറ നമ്മൾ കാണുന്നത് കേട്ടോ. ഇതിന് ഫാർമസി അല്ലേ? ഓക്കെ, ഈ ഫാർമസിസ്റ്റ് ആണ് ഇത് ചുമമരുന്ന് വേണ്ടിയിട്ടാണ് ചുമയ്ക്കാൻ മരുന്നാക്കിട്ട് തുടങ്ങിയതാ. മാജിക് ഫോർമുല ഇതിനകത്തായിരുന്നു. ബോട്ടിലൊന്നല്ലേ? 1 ഔൺസ് സിറപ്പും പിന്നെ 5 ഔൺസ് വെള്ളം, അങ്ങനെയാണ് അവർ ചെയ്തത്. ഇന്ത്യയുടെ സാധന കൊക്കോള എന്താ വിശ്വസിക്കൂ, പറയാൻ പറ്റില്ല. ഏഷ്യനെറ്റ് ടിവിയിലത്തെ റിപ്പോർട്ടറാ. ചെലപ്പോ വരും. അടുത്ത വേൾഡ് കപ്പിന് അർജന്റീനയും ബ്രസീലൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലമാട്ടത് മെഴ്സിഡസ് ബെൻസിന്റെ സ്റ്റേഡിയം. കളിയിൽ ഡ്യൂട്ടിയിലാണ് അവൻ. ഇവിടത്തേക്കുള്ള റോബോട്ടിക് ആയിട്ടുള്ള ഡെലിവറി മാൻ ഉണ്ട് അറ്റ്ലാന്റയിൽ. ഒരു മിനി ലാസ് വേഗാസ് ഉണ്ടാക്കി വെച്ചിരിക്കട്ടെ അവര്. നമ്മള് ഔസേപ്പന്റെ കടയിൽ പോയിട്ട് പണ്ട് കുടിച്ചൊക്കെ ഓർമ്മ വരണം നമുക്ക്. കുറുമ്പിന്റെ അപ്പന്റെ പേര് നിങ്ങൾ പറയണം. ആൻഡപ്പൻ. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ ജോർജിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങൾ നമ്മുടെ അറ്റ്ലാന്റ വീഡിയോസ് കണ്ടിരുന്നു വിചാരിക്കണു. കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടോളൂ. ഇന്നും നമ്മൾ അറ്റ്ലാന്റ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലാന്റയിൽ വരുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ നമ്മളെ വലിയ വലിയ സംഭവങ്ങളാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്, റിയാലിറ്റി ആണോ ചേട്ടാ? നിങ്ങൾ തന്നെ പറയും, റിയാലിറ്റി ആണോ? അറ്റ്ലാന്റ വലിയ സംഭവമാണോ? പിന്നല്ലാണ്ട് അറ്റ്ലാന്റ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ന്യൂയോർക്ക് സിറ്റി എന്നാണ് അവര് പറയുന്നത്. ഈശോ എന്ന് പറഞ്ഞാല് അറ്റ്ലാന്റ ചിരിക്കുന്ന ഒരാള് അപ്പുറത്ത് ചിരിക്കുന്നു. എന്നേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ 42 കൊല്ലത്തെ എക്സ്പീരിയൻസാ. ഞാൻ ആക്ച്വലി ഒരു ന്യൂയോർക്കുകാരനാണ്. ആക്ച്വലി ന്യൂയോർക്കിൽ നിന്ന് 2006 ഇങ്ങോട്ട് വന്നതാണ്. ന്യൂയോർക്കാരെ പിടിച്ചിരിക്കട്ടോ. ഞങ്ങളെ ന്യൂയോർക്കിനെ ചെറുതാക്കി പറഞ്ഞിട്ടുണ്ട്. ഇല്ല ന്യൂയോർക്കാണ്. അത് എപ്പോഴും ന്യൂയോർക്കാണ്. ആരാണ്ട് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു, അങ്ങനെ ന്യൂയോർക്ക് എന്ത് ചൈന കാണണമെന്ന്. ഞാൻ പറഞ്ഞു നോ, ന്യൂയോർക്കാണ്. ചൈന ന്യൂയോർക്ക്. അതുപോലെ അറ്റ്ലാന്റയാണ്, പക്ഷെ ചെറിയൊരു പതിപ്പുണ്ട് ന്യൂയോർക്കിന്റെ. പിന്നെ ഇഷ്ടംപോലെ മലയാളികൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. എത്ര മലയാളികളുണ്ട് അവിടെ? മലയാളികൾ ഏകദേശം എത്ര ഫാമിലി ഉണ്ടാവും? ഫാമിലികൾ ഇഷ്ടംപോലെ. 1000 ഫാമിലി ഉണ്ടാവും മലയാളികൾ. പോരാലോ, 5000-6000 ഫാമിലി ഉണ്ടാവും. അപ്പൊ അത്രയെങ്കിലും ഉണ്ട്. ഒന്നില്ലെങ്കിൽ പിന്നെ 5 രൂപ വെക്കളോ, 1 2 പറയില്ല. പിന്നെ 1000 ഇല്ലെങ്കിൽ 5000. പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാ ഒരാളെ ട്രീറ്റ് ചെയ്യാൻ ഇവിടെ വരുമ്പോ? ഇവിടെ സദേൺ ഹോസ്പിറ്റാലിറ്റി, അതാണ് ഇതിന്റെ മെയിൻ, സൗത്തിന്റെ മെയിൻ സദേൺ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പെരുമാറ്റം കുറച്ച് നല്ലതാണ്, ഡീസന്റ് ആണ്. മോളിൽ നിന്ന് ഇറങ്ങുമ്പോ ഇത്തിരി ഡീസന്റ് കളി വരും. അതെ, പിന്നെ കണ്ടു. ബിക്കോസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എങ്ങനെയാ വളരെ സ്ലോ ആണ്. എല്ലാവരും വളരെ ടേക്ക് യു ടൈം. ഇപ്പൊ ലൈറ്റ്, മറ്റേ ട്രാഫിക് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, റെഡ് യെല്ലോ അല്ല, ഈ റെഡ് ഗ്രീനിലോട്ടാവില്ലേ, സാവകാശം വണ്ടിയൊക്കെ എടുത്ത് പതുക്കെ പോയി. പക്ഷെ വളരെ ഒരു കാമാണ് ഇവിടുത്തെ സൗത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് ഒന്ന് അടിക്കാൻ പോകണം. അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ വന്നപ്പോഴേ എനിക്ക് കൂടിയിട്ട് ഒരു സമാധാനം എന്നിട്ടാന്നല്ലോ, നല്ല ഫുഡ് തരണ്ടേ. ഇന്നലെ പാകിസ്ഥാനി, പിന്നെ ബംഗ്ലാദേശ്, അവസാനം ഇറ്റാലി മധ്യായി നമുക്ക്. അപ്പൊ ഇന്ന് നമുക്കൊന്നിട്ടാ ഇന്ന് രാവിലെ ഇന്ന് അമേരിക്കൻ സദേൺ കംഫർട്ട് ഫുഡ് എന്ന് പറയും. അവിടെയാണ് നമ്മൾ പോകുന്നത്. പണ്ട് ടൈമിൽ അങ്ങനത്തെ ഉള്ള സ്റ്റൈലുള്ള ഫുഡുകൾ, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ക്രഞ്ചി ബിസ്ക്കറ്റ്, അങ്ങനത്തെയൊക്കെയാണ് ഭയങ്കര സാധനങ്ങളാണ്. അറ്റ്ലാന്റ ഗ്രോയിങ് സിറ്റിയാണ്. അടുത്ത വേൾഡ് കപ്പിന് മെസ്സി 96 നമ്മുടെ ഒളിമ്പിക്സ് അതൊക്കെ നമുക്ക് കാണാൻ നോക്കാം. നമുക്ക് കൊക്കോള കമ്പനി ഇന്ന് നല്ല പവർ ആക്കേണ്ട എപ്പിസോഡ് തുടക്കം ഇവിടെയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങണം അറ്റ്ലാന്റ. തീർച്ചയായിട്ടും ട്രാവലിസ്റ്റർ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വണ്ടിയിൽ ഈ ട്രോളിലുള്ളുന്നുണ്ടോ, ബോക്സിന്റെ ഉള്ളിൽ കുതിരച്ചോടുണ്ടോ? ഇത് ആക്ച്വലി നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സൗണ്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പം അതിനകത്തുള്ള നമ്മുടെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ചേർക്കുന്നത്. അതുപോലെ നമ്മുടെ ഗോഡൌൺ ഉണ്ട്. 2020 എന്താണ് നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ അവിടെയാണ് നമ്മുടെ സ്റ്റോറേജ്. നമ്മുടെ കമ്പനിയാണത്. ടാലന്റ് ഓഡിയോ വിഷൻ ട്രാവലിസ്റ്റർ ടീം ഉള്ളതില്. പിന്നല്ലേ ഏതെങ്കിലും സാഹിബിന്റെ കല്യാണം കാണാൻ പറ്റുമോ?
യെസ് ഞാൻ റെഡിയാക്കാം യാ റെഡിയാക്കാം. ചേട്ടാ അപ്പൊ ഇവനാണ് വലിക്കുന്നത് കേട്ടോ ഈ വണ്ടി. വണ്ടി അവനെ 150. ആ ഇതിനകത്ത് hook ചെയ്ത് ഞാൻ കുതിര വണ്ടിയാന്ന് വിചാരിച്ചു പെട്ടെന്നേ. കുതിര വണ്ടി സൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. നമ്മൾ ഫുള്ളി ലോക്ക്ഡപ്പ് ആണ്. ഇത് വേറെ സ്ഥലത്ത് നമ്മൾ ബാക്കിൽ നമ്മൾ കൊണ്ടിടും. ഓക്കെ. പിന്നെ ഇതിങ്ങനെ ഇത് വലിച്ചിട്ടാണ് പോകുന്നത്. ഇതിപ്പോ നമ്മൾ ഡാളസ്, ഷിക്കാഗോ, ന്യൂയോർക്ക് ഒക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. അവിടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും ഓടിയുള്ളൂ. ഏത് പ്രോഗ്രാം, കല്യാണങ്ങള്, കോൺഫറൻസ്, എല്ലാ സാധനവും നമ്മൾ ചെയ്യും. വണ്ടി ഒന്ന് ഇവിടുത്തെ പുതിയൊരു 150 ഓടിച്ച് പഠിക്കാനാണ് നെൽസൺ. നമ്മൾ അറ്റ്ലാന്റ സിറ്റിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെയാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അടുത്ത് എടുക്കാറായി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ്ലാന്റക്കാരുടെ മര്യാദ എങ്ങനെയാണ് നമുക്ക് നോക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങാൻ പരിപാടി. നമ്മളിന്ന് കൊക്കക്കോള കുടിച്ച് വയ്യാണ്ട് കൊക്കക്കോളയുടെ പരിപാടിക്ക് പോകില്ലേ നമ്മളിന്ന്. നമ്മൾ കൊക്കക്കോള കയറുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നെക്സ്റ്റ് കൊക്കക്കോളയാണ്. സിറ്റിയിലേക്ക് എടുത്തോട്ടാ അല്ലേ. ഓ ചെറിയൊരു മൂഡിലൊക്കെയാണ്. മൂടി ഒരു ആൽക്കഹോളിക്ക് വെതറാണല്ലോ ചേട്ടാ. അതെ ചെറുതായിട്ട് ഒരു ആൽക്കഹോളിക്ക് വെതർ കാണുന്നുണ്ട്. പക്ഷെ വെതർ ചിലപ്പോ മാറും പെട്ടെന്ന് തന്നെ കേട്ടാ. കാർവാന വണ്ടിയുടെ മെഷീനാണ്. നമുക്ക് പൈസ ഇട്ട് വണ്ടി മേടിക്കാം. എവിടെ ഈ കൊക്കക്കോളയുടെ മെഷീനൊക്കെ ഇല്ല അതുപോലെ. നമ്മളിവിടെ വരുമ്പോ നമ്മുടെ റോഡ് മാറുന്ന കഥ കണ്ട. എത്ര ലൈനിൽ നമുക്ക് ഏകദേശം മനസ്സിലാവട്ടെ. 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ ലൈനിൽ നമ്മൾ വളയണ്ടേ. മനസ്സിലായി. 8, 8, 16 ലൈനാണ് പോണത്. പണിണ്ടാ കഥ മാറി എന്തുട്ടാന്ന് വെച്ചിട്ടല്ലേ. ഇതിപ്പോ ടെക്സസിലാവുമ്പോ ഈ 8 എന്നുള്ളതിൽ 16 ആവും. ഒരു സൈഡ് മാത്രം ഇട്ടാ. അപ്പർ സൈഡിൽ വരാണ്ട. ഇവിടെ ലൈൻ കണ്ട നിങ്ങള്. ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയാണ് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കണടാ. CNAയുടെ ടൊയോട്ടയുടെ വണ്ടി നമ്മൾ ജാഗ്വാറിന്റെ വണ്ടി ഫീനിക്സിൽ വെച്ചിട്ട് ട്രൈഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. CNAയുടെ വണ്ടിയിൽ ഡ്രൈവർ ഇല്ലാത്ത വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ ട്രയൽ എടുത്തുകൊണ്ടിരിക്കാവൂലേ. വണ്ടി ഓടിക്കാനുണ്ടല്ലോ പഴം പോലെയാട്ടാ. അത് 2022 മോഡലല്ലേ സ്പോർട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മാസ്മരിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അറ്റ്ലാന്റ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ സ്വന്തം മേരി മാക്സ് ഇവിടെ മേരി ചീരടുത്ത് തിരികട്ടോ. ഇവിടെ വരുന്നതൊക്കെ ഇത് ഇവിടെ ഉണ്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ സംഭവം നമുക്കിത് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. മേരി മാക്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മളുടെ യാത്ര. ആവണായിട്ട് മുമ്പ് അല്ലേ മേരി മാക്സിലുള്ള നമ്മുടെ അന്തരീക്ഷം അതുപോലെ നല്ല അടിപൊളി സദേൺ സ്റ്റൈലിലാണ്. അതെ 1945 തുടങ്ങിയാണല്ലേ മിഡ് ടൗൺ അറ്റ്ലാന്റ. ഇത് സ്ത്രീകൾ തുടങ്ങിയതാണ്. 45 സ്ത്രീകൾക്ക് ബിസിനസ് ഓൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു അമേരിക്കയിൽ. അപ്പം ഇവര് ടീ റൂം എന്നും പറഞ്ഞ് ടീ റൂം ബിസിനസ് അല്ലാണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഓരോ ബിസിനസ്സുകളായിരുന്നു. ഇതാണ് ഒറിജിനൽ. ഇവിടെയാണ് ആദ്യമേ അവര് തുടങ്ങിയത്. ഭയങ്കര ഡൈനിങ് ആണല്ലോ അല്ലേ. അപ്പം ഇവര് ടീ റൂം എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തുന്ന രീതിയിലല്ല അവർ കാണിച്ചത്. പക്ഷേ സീക്രട്ട്ലി ബിസിനസ് നടത്തുകയായിരുന്നു. റെസ്റ്റോറന്റ് ഒന്നും വിളിച്ചോണ്ടിരുന്നത്. ഇവിടെയാണ് നമ്മൾ എന്നാലും നമുക്ക് പിടിക്കാം. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്. ഒരു ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ. ബുക്കും പേപ്പറും പെൻസിലുണ്ട്. അവര് കറക്റ്റ് ഷാർപ്പൺ ചെയ്ത് പെൻസിലും വെച്ചിട്ടുണ്ട്. റെസ്റ്റോറന്റിൽ ആദ്യമായിട്ട് നമ്മളൊരു പെൻസിൽ കാണണ്ട. നമ്മൾ ഇവിടെ ചെറിയ സ്ലിപ്പ് ഉണ്ട്. ഈ സ്ലിപ്പ് നമ്മൾ ഇതിനകത്ത് നോക്കി മെനു ഇഷ്ടംപോലെ ഉണ്ട് മെനുവില്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ അപ്പറ്റൈസർ എന്താണ് നമുക്ക് വേണ്ടത്, ആൻഡ്രോ നമ്മൾ എഴുതിയിടുകയാണ്. നമ്മുടെ നാട്ടിൽ എഴുതി കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെ എഴുതി കൊണ്ടുപോകാൻ ആൾക്കാരില്ല. ഇതെന്ന് പറഞ്ഞാല് അന്നത്തെ പണ്ടത്തെ രീതിയിൽ അവര് ടീ റൂം എന്നുള്ള ഇതിലാണ്. അപ്പൊ അവര് ഡിസ്കൈസ് ആയിരുന്നു, സീക്രട്ട് ആയിട്ട് വെച്ചത്. അപ്പൊ ഇങ്ങനെ അവര് വെയിറ്റർ വന്ന് എടുത്ത് ഓർഡർ എടുക്കുന്നതിന് പകരം കള്ളത്തരം ഒരു ബുക്കിന്റെ ഉള്ളിൽ കൂടെ പതുക്കെ ചള്ള വെട്ടിട്ട്. നമ്മുടെ നാട്ടിൽ മാത്രല്ല ഗെയിം ഉണ്ട്, ഇവിടെ ഉണ്ട്.
എക്സാം ഉണ്ടോ അവസാനം കുറെ നേരമല്ലോ. 1 മണിക്കൂറായിട്ടാ ഓർഡറിങ് തുടങ്ങിട്ട്. പക്ഷേ ഇത് അവിടെ ഓപ്പൺ ചെയ്ത സമയത്തോട്ടുള്ള കഥ പറയണല്ലേ, പെട്ടെന്ന് ചേഞ്ച് ചെയ്തില്ല. അന്നത്തെ തന്നെയാണ് 1945 മെനു തന്നെയാണ്. ഐ ലൈക്ക് യുവർ നെക്ലസ്, ഫാൻ നെക്ലസ്. നമ്മളപ്പോ ഓർഡർ ചെയ്യാൻ പോകണം. നമ്മൾ റിവിഷൻ ഒക്കെ ചെയ്യില്ലേ, ബുക്കും പേപ്പറും. ഭയങ്കര സീരിയസ് ആയിട്ടാ കളി. പാണ്ടി കുറെ എന്തായി ആലോചിച്ചിട്ട് ഒന്നാ ഉള്ളില് തുമ്പടി കിട്ടണല്ലോ. ഇടക്കിടക്ക് മാച്ച് കളിക്കണ്ടാ. എന്ത് 2-3 പേജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ നോക്കിയേ. സ്വീറ്റ് ഹാർട്ട്, സ്വീറ്റ് ഹാർട്ടാ എന്നിട്ട് സ്വീറ്റ് ആയിട്ടൊന്നുമില്ല, നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ടൊമാറ്റോ, ഗ്രീൻ ടൊമാറ്റോസ്, പിന്നെ ഫ്രൈഡ് ചിക്കൻ ലിവർ. ഫ്രൈഡ് ചിക്കൻ ലിവർ. എനിക്ക് നമ്മിച്ചിട്ട് ലിവർ കഴിക്കാളാടാ. അത് വേറെ ലെവല്. പിന്നെ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ. പിന്നെ ഇത് കൂടുതൽ സദേൺ ഫുഡുകൾ എന്ന് പറഞ്ഞാല് ഫ്രൈഡ് സാധനങ്ങളാണ്, കംഫർട്ട് ഫുഡുകൾ, ഫ്രൈഡ് സാധനങ്ങൾ. പാസ്സായി, സാധനം പാസ്സാക്കിണ്ടോ? ഇത് ഇവിടെ പരീക്ഷ ഇത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴേക്കും സാധനം വന്നല്ലോ. ഇവിടെ വേറെ ഓർഡർ പോയില്ല. ചേച്ചി ആദ്യം കാപ്പി കൊണ്ടുവന്നിട്ടാ. അപ്പൊ അവര് നമുക്കൊരു ചെറിയ സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനാണ് പോട്ട് ലിക്കർ എന്ന് പറയുന്നത്. പോട്ട് ലിക്കർ. അത് അവര് പറഞ്ഞ ഈ ഫ്രഷ് ബ്രെഡ് ആണ്. അവര് ഇവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന ഫ്രഷ് ബ്രെഡ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. ഈ ബ്രെഡ് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നമുക്ക് അറിയാം അത് പറഞ്ഞു വരണോ. അതിന്റെ ഉള്ളിൽ നോക്കിയാ സ്വല്പം നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ബിസ്ക്കറ്റ് കഴിക്കണ പോലെ ഉണ്ടല്ലോ. ഇത് ഇവരുടെ ഓൺ റെസിപ്പി കേട്ടോ, കോപ്പിടിക്കാൻ പറ്റില്ല. Thank you. Can I take your menus or do we still need to hold on? ഇതിന്റെ ഒപ്പം കേക്ക് ഉണ്ട് കേട്ടോ അല്ലേ. ഏത് കോൺ ബ്രെഡ് അല്ലേ. കോൺ ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കാട്ടോ. അങ്ങനെയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കോളേജ് ഗ്രീൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് കൂടുതലും സ്ലേവറിയുടെ സമയത്ത് അന്നത്തെ ഉള്ള സദേൺ ടൈമിലുള്ള അമ്മമാരെ കടുമകളായിട്ട് അന്നത്തെ സമയത്തുള്ള ഫുഡാണ് ഇത്. അതെ അല്ലേ. എത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫുഡ്, എല്ലാം ഒക്കെ എല്ലാ പ്രോട്ടീനൊക്കെ ഉള്ള. അവർക്ക് ആ സമയത്ത് അവർക്ക് ചിക്കനും ബീഫും കാര്യങ്ങളൊന്നും അവർ കഴിക്കുന്നില്ല. അവർ കഴിക്കുന്ന കൂടുതലും അവർ പ്ലാൻ ചെയ്ത് ഇറക്കുന്ന, അവർ തന്നെ എടുത്ത് പ്ലാൻ ചെയ്ത് അവർ തന്നെ കഴിക്കുന്നതാണ്. ഹെൽത്തി ആയിരിക്കും. ഇതിനുള്ള എലിയുണ്ട് കേട്ടോ, നോക്കിയതുകൊണ്ടാ. എല്ലാണ് എല്ലവർഗല്ലാണ്ട് കളിയിലേട്ടാ. കോളേഡ് ഗ്രീൻ. ഫ്രഷ് സ്ക്വീസ്ഡ് ലെമനേഡ് ആണ് ഇവര് പിഴിഞ്ഞുണ്ടാക്കുന്നതാണ്. സാധാരണ ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഈ പൊടിയാണ്, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഫ്രഷ് സ്ക്വീസ്ഡ് ലെമനേഡ് ആണ്. നോക്കട്ടെ, ടേസ്റ്റ് നോട്ടെ. പുളി ഇങ്ങോട്ട് കിട്ടണ്ടല്ലേ, പുളി കിട്ടണ്ടേ. ഇത് ടച്ചിങ്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ കണ്ടന്റ് ആരാന്നറിയോ? ചക്കനാണ് കേട്ടാ. ഫുഡല്ല, ചക്കന്റെ ആ ഒരു ആവേശം നമ്മളെ കണ്ടന്റ്. നമ്മൾ പലതരം പൊരിച്ചത് കഴിച്ചിട്ടുണ്ടാണ് ചേട്ടാ. ലിവർ KFC പോലെ പൊരിച്ചത് ആദ്യമായിട്ട് കഴിക്കണേ. ഇതിന് അവരുടെ മെയിൻ സദേൺ ഫ്രൈഡ് ലിവർ അല്ലേ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ടോ, ടെക്സസ് സ്പീഡ് ഹോട്ട് സോസ്. ഈ സാധനം ഇട്ടിട്ട് വേണം ഇതിങ്ങനെ കുറച്ചിങ്ങനെ മുകളിലോട്ട് ഒഴിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. ആ ഒരു സ്പൈസ് ഉണ്ടാവും. അപ്പോഴാണ് കറക്റ്റ്. ലിവർ പുറത്തത് ആദ്യമായിട്ട് കഴിക്കണം. ഇതൊന്നും ഈ സാധനം ചിക്കനാണ്. സദേൺ ഫ്രൈഡ് ഗ്രീൻ ടൊമാറ്റോ. ഗ്രീൻ ടൊമാറ്റോ, തക്കാളി ഫ്രൈ ചെയ്തത്. തക്കാളിയോ? തക്കാളി ഫ്രൈ ചെയ്തത്. തക്കാളിയാണത്. ഓക്കെ, ഞാൻ വിചാരിച്ചു ചിക്കൻ എന്തെങ്കിലും വിചാരിച്ചുട്ടാ. ഗ്രീൻ ടൊമാറ്റോ ആണ്. അപ്പൊ അതിന് ആ ഫോം ഉണ്ട്, നല്ല നല്ല ടേസ്റ്റ്. അടിപൊളി. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഫുഡ് കഴിക്കണം. ഇതിലിങ്ങനെ മുക്കിയിട്ട് കഴിക്കണം. ഇതിങ്ങനെ മുക്കണു. ആഹാ, നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? ആദ്യം കഴിക്കണ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറുണ്ട്. ഈ സോസ് രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് എനിക്ക് തോന്നണേ. ഭയങ്കര സോസ് പിന്നെ റാഞ്ച് സോസ് ഒക്കെ ക്വാളിറ്റി. തക്കാളിയാന്ന് ചോദിച്ചിരിക്കും. തക്കാളി ചിന്തിക്കാൻ പറ്റില്ല. അല്ല ഉരുളങ്ങാന്ന് പറയലോട്ടാ, അതേപോലെ ടേസ്റ്റ് ഇട്ടാ.
നമ്മുടെ അവിടേക്ക് ഇതൊരു ഇഷ്ടമായിട്ട് കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ പച്ചത്തക്കാളി ഉണ്ടല്ലോ, കട്ട് ചെയ്യാം, ഫ്രൈഡ് ചിക്കൻ ഇറക്കുമ്പോൾ സോസ് ഉണ്ടല്ലോ, നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ലെയർ ഉണ്ടാവല്ലോ, ലെയർ അടിക്കുക. പുതിയ ഐഡിയ കേട്ടോ. ഗ്രീൻ ടൊമാറ്റോ കേട്ടോ. അത് കഴിഞ്ഞിട്ടല്ല നമ്മളിപ്പോൾ ലിവർ എടുക്കണം. കേട്ടോ, ലിവർ വിത്ത് നമ്മൾ ഫ്രൈഡ് എടുക്കുന്നു, പിടിക്കുന്നു. ആ ഹോട്ട് സോസും ചെന്നപ്പോ ഒരു ഡിഫറൻസ്. ഇതാണ് സദേൺ കംഫർട്ട് ഫുഡ്. ഞാന് ഇത്ര പ്രതീക്ഷിച്ചോ. നമ്മുടെ ചിക്കൻ ലിവർ പൊരിച്ചെടുത്തിട്ടേ അതിന് മുകളിൽ സോസും, ലിവർ മാത്രം കഴിക്കുമ്പോഴേക്കാളും നല്ലത് ഈ സോസ് കൂട്ടി കഴിക്കുമ്പോഴാ. ഇതൊരു ഫുഡ് ബ്ലോഗ് ആയിട്ടപ്പോ അറ്റ്ലാന്റ ഫുഡ് ബ്ലോഗ് ആയിട്ട് മാറ്റി. തമാശയിലേട്ടോ കാര്യത്തില്. നമ്മള് പാകിസ്ഥാനൊക്കെ ഇന്നലെ വെട്ടിച്ചുട്ടാ. പാകിസ്ഥാനിൽ നന്നായിരുന്നു ഇല്ല എന്ന് പറയില്ല, പക്ഷെ ഇതിനലക്കണെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. വേറെ ലെവൽ. ഇത്ര ടേസ്റ്റ് വരാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ തക്കാളി, ഫ്രൈഡ് തക്കാളി, പച്ചത്തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട പെട്ടെന്ന് കട്ട്ലേറ്റ് പോലെ തോന്നിക്കും. ഈ ഇത്ര ടേസ്റ്റ് വന്നിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്തത് ഇവിടുത്തെ സ്ലേവ് കർമ്മന്മാരാണ്. എന്ന് പറഞ്ഞാല് അവര് മാസ്റ്റർമാരൊക്കെ വരുമ്പോ അവർക്ക് ഇതിനകത്ത് ചിക്കനൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അവർക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ പറമ്പിൽ പോയി തക്കാളി വളർത്തിയിട്ടുണ്ടായിരിക്കും, പച്ച തക്കാളിയൊക്കെ. മറ്റേ അവർക്ക് കൊടുക്കണല്ലോ. അതൊക്കെ പോവും. പച്ച തക്കാളി ഇട്ടിട്ട് അവർ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇതുപോലെ ഇതൊക്കെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ പണ്ടത്തെ സ്ലേവ്സിന്റെ ശരിക്കും പറഞ്ഞ ഫുഡാണ്. ഭയങ്കര റെസിപ്പി ഭയങ്കര ക്രഞ്ചിയാണ്, ഭയങ്കര അകത്താണെങ്കിൽ നല്ല സോഫ്റ്റും. ചേട്ടാ കഴിക്കാത്ത ആൾക്കാർക്ക് ഉള്ള അവസ്ഥ ഞാൻ ആലോചിക്കണേ. നമുക്ക് തൊട്ടടുത്തിരുന്നിട്ട് നമുക്ക് വായയിൽ വെള്ളം വരുന്നു. നമ്മൾ ഓവർ അണ്ടർ എസ്റ്റിമേറ്റ് ആയിരുന്നു ശരിക്കും അറ്റ്ലാന്റയിലത്തെ ഈ ഷോപ്പിലേക്ക് വരുമ്പോ. മനസ്സിന്റെ ഉള്ളില് അത് കുറെ കണ്ടുണ്ട്, കുറെ ഫ്രൈഡ് കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ മുമ്പിലിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, പരീക്ഷ എത്തി ജയിച്ചുട്ടാ. നോക്കിയേ, ഇതാണ് ഇതെന്തൊക്കെ സാധനങ്ങളൊന്നും പരിചയപ്പെടുത്തിയ ഫ്രൈഡ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞു ഫ്രൈഡ് ആണ് ഇത്. ഫ്രൈഡ് ഷ്രിമ്പ്, ചെമ്മീന് പൊരിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കാറ്റ് ഫിഷ് അല്ലെങ്കിൽ മുഷി എന്ന് പറയും. നാട്ടിലത്തെ മുഷു അല്ലേ? നാട്ടിലത്തെ മുഷൂട്ടാ. അത് ഫ്രൈഡ് ചെയ്ത് വെച്ചെടുക്കാം. നല്ല ബാറ്റ് മുഷു പൊരിച്ചത്. ഇതെന്ന് പറഞ്ഞാല് കോണിന്റെ ബോള്, ചോളത്തിന്റെ ബോൾ. പിന്നെ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ നമ്മുടെ മധുരക്കിഴങ്ങ്. ഇത് അല്ലല്ല, ഇത് ചോളമാണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ ആട്ടോ. എന്ന് പറഞ്ഞാല് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സ്ലേവിന്റെ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള കുറെ ഇൻഫ്ലുവൻസ് റെസിപ്പി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സാൻഡപ്പിന് അറിയാം. ഉഗാളി എന്ന് കേട്ടോ. ഉഗാളി ഇത് കോൺ കൊണ്ടുള്ള മീലാണ്. നമ്മള് കോൺ മീൽ പോലത്തെ അതന്നെ. അതാണ് അത്. ആഫ്രിക്കൻ ഇൻഫ്ലുവൻസ് ആണ്. ഓൾ ആഫ്രിക്കൻ ഇൻഫ്ലുവൻസ് തന്നെ ആയിരിക്കും. നമുക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിമ്പ് വന്ന വഴിക്കാൻ എടുത്ത് കഴിക്കട്ടെ. ആ ചൂട് പോകുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മതിയല്ലേ? അന്നത് പറഞ്ഞു പറഞ്ഞേ. ഇതാണെങ്കിൽ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ. ചിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡ് ചിക്കൻ സ്റ്റൈലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രൈഡ് ഓക്ര, നമ്മുടെ വെണ്ടയ്ക്ക വറുത്തത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ലേവിന്റെ ടൈമിലുള്ള ആ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം. ഇതില് ഈ സാധനം നമുക്ക് നോക്കി പറയാം. നോട്ടെ, ബ്രോക്കലി സുഫ്ലെ എന്ന് പറയും. അതാണ് സാധനം. ഞാൻ നോക്കല്ലേ? അലക്കട്ടെ. നല്ല കംഫർട്ട് ഫുഡാണ്. പിടിച്ചാൽ നമുക്ക് സൈഡിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രിമ്പിൽ നിന്ന് തുടങ്ങാം കളി. സാധാരണ ഇത്രയൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ഫുഡിന്റെ വീഡിയോ അല്ലെങ്കിൽ എത്രയധികം സമയം എത്തിക്കാറില്ല കേട്ടോ. ഇന്ന് എടുത്തു പറയാത്ത സംഭവം എന്നിട്ടെന്നറിയോ, കിടിലം ഫുഡ്. ബ്രഞ്ച കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കഴിച്ചത്. പക്ഷേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിച്ചു. അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരും കഴിച്ചിട്ട് ഏകദേശം $70 $70 ചിലവ് വന്നു. നമുക്ക് നാട്ടിലത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ നല്ല പൈസയാണ്.
പക്ഷെ എന്നിരുന്നാലും $70 3 പേർക്ക് വയറെന്നറിയാം. നിങ്ങൾ ഈ കണ്ട ഭക്ഷണങ്ങൾ മൊത്തം കഴിച്ചെങ്കിലാ. അതും കോഫി റീഫില്ല്, ജ്യൂസ് റീഫില്ല്, എല്ലാ സംഭവങ്ങളും അടിപൊളി, നല്ല ടേസ്റ്റ്, വെറൈറ്റി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റൂമിനെ പറ്റിയിട്ട് എഴുതി വെച്ചോ. നിങ്ങൾ ആരെങ്കിലും അറ്റ്ലാന്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളൂ. അടിപൊളി ഫുഡ്, അധികം പൈസ ഇല്ല. സിയോ താങ്ക് യു. ഒരു ബസ് ആൾക്കാരാടാ, ഒരു ലഞ്ച് കഴിച്ചത് ഒരു ബസ് ആൾക്കാരാണ്. I give it you $1 million for take the picture. കാശ് മേടിക്കും. ഇവിടെ വന്ന ആൾക്കാരെ ടൂറിസ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് വരണാണ് കേട്ടോ. ലിബറി ട്രാവൽസിൻ്റെ ഫ്രീ പ്രൊമോഷനും വന്ന ചേച്ചിമാരെ ഓരോരുത്തർ കയറുമ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കട്ടോ, എഴുതിക്കൊണ്ടിരിക്കുന്നു. കയറുന്നുണ്ട് അപ്പാപ്പനെ മാമയൊക്കെ കേട്ടോ. നെൽസേട്ടാ ബെസ്റ്റ് ആൾക്കാരെ വന്നാണ്, ബെസ്റ്റ് ഫുഡല്ലേ, രക്ഷയില്ല. എന്തായാലും കലക്കി. താങ്ക് യു ഫോർ ദ ഫുഡ്. സൂപ്പറായിട്ട് കല്ലക്കിന്. അവിടെ അങ്ങക്കടെ ഒരു ബിൽഡിംഗ് നിൽക്കുന്നുള്ളത്. ഏതാ ബിൽഡിംഗ്? ബാങ്ക് ഓഫ് അമേരിക്ക ഹെഡ് ക്വാർട്ടേഴ്സ് ആണോ? അറ്റ്ലാന്റ. അതാണ് ഏറ്റവും വലിയ ബിൽഡിംഗ് തോന്നുന്നു ഇവിടുത്തെ, ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് അറ്റ്ലാന്റയിലത്തെ. എംപയറിനൊക്കെ ലുക്ക് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഉണ്ട്. പക്ഷെ അവിടെ ഈ കൺസ്യൂമേഴ്സ് ബിൽഡിങ്ങളൊക്കെ അപ്പുറത്ത് നിൽക്കണ ഒരു ഭംഗി, വേറൊരു ഭംഗിയുണ്ട്. ഇത് ഒറ്റക്കൊമ്പം നിൽക്കണത്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ കൊക്കോകോളയുടെ അടുത്തേക്കാണ് അടുത്ത് നമ്മുടെ മൂവ്മെൻറ്റ് വരുന്നത്. കൊക്കോകോള ഉത്ഭവിച്ചത് അറ്റ്ലാന്റയിൽ നിന്നാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം. നമ്മൾ കൊക്കോകോള ഫാക്ടറിയിൽ പോയിട്ട് ഇന്നൊരു ഗെയിം കളിക്കുന്നുണ്ട്. അതിന് മുമ്പേ എവിടേക്കും ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. മധുരവട, പലതരം വടകൾ കിട്ടുന്നുണ്ട്. മധുരവട ആദ്യം സ്പെഷ്യലാണ്. ഫുഡ് പയറ് കഴിഞ്ഞിട്ട് എൻ്റെ പയറ് തീർന്നു. പണിയുണ്ട്. ഗ്യാസ് പോകുന്നില്ലേ? ഡെലിവറി ബോയ് കലീല് ഡ്യൂട്ടിയിലാണ് കേട്ടോ. അവൻ ഇവിടത്തേക്കുള്ള റോബോട്ടിക് ആയിട്ടുള്ള ഡെലിവറി മാൻ ഉണ്ട് അറ്റ്ലാന്റയിലത്തെ. ഖലീൽ ഇതൊരു പാകിസ്ഥാനിലാണോ? അത് പച്ച കളറും കലീലും അല്ലേ? ഒരു പാകിസ്ഥാനിയുടെ അച്ഛൻ്റെ കമ്പനി കിട്ടാ. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയുന്ന കലീൽ കമ്പനി ചെയ്തോളോ. പാർക്ക് ചെയ്തിട്ടിരിക്കാം. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. നമുക്ക് അറ്റ്ലാന്റ സിറ്റി എക്സ്പ്ലോർ ചെയ്യാടാ. ഫുൾ എക്സ്പ്ലോറേഷൻ ആണ്. വലിയ സംഭവങ്ങൾ കാണിക്കില്ല കേട്ടോ. അങ്ങനെ ബാങ്ക് ഓഫ് അമേരിക്ക കണ്ടുകൊണ്ട് നമ്മൾ ഒറ്റ ബിൽഡിംഗ് ആണ്, പടുകൂട്ടൻ ബിൽഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ 15-20 നിലയാണ്. ഈ ബാങ്ക് ഓഫ് അമേരിക്ക മാത്രമായിട്ട് അത്രയും വലിയൊരു ബിൽഡിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്രിസ്പി ക്രീം. അങ്ങനെ നമ്മളത് അടുത്ത നമ്മുടെ ഫുഡി ഡെസ്റ്റിനേഷൻ കേട്ടോ. ക്രിസ്പി ക്രീം എനിക്ക് വന്നിരിക്കുന്നത്. ഇത് 1947 1947 നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യക്ക് സാധനം കിട്ടിയല്ലേ? ഇതാണെങ്കിൽ കോവിഡിന്റെ സമയത്ത് ശാമ്പല ആകെ നശിച്ച് പിന്നെ ഒരു പുതിയത് ഇപ്പൊ പണിതാണ്. ഇതിനകം നമുക്ക് കാണാം നല്ല ഒരു അടിപൊളി. ഇവിടുന്നാണ് കുറെ ഈ ഡോണറ്റ് ഒക്കെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതല്ലേ. അങ്ങനെ ഇന്ത്യക്ക് സാധനം കിട്ടിയ സമയത്ത് ഉണ്ടായ കോഫി ഷോപ്പിലേക്കാണ് നമ്മൾ കയറുന്നത്. ഡോണറ്റ് ഉണ്ടാക്കണ കമ്പനിയൊക്കെ ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. ചെറിയ കൺസ്യൂമേഴ്സ് സാധനമാണേ. സിനമൺ റോൾസ് വേറെ ലെവലാണല്ലേ? താങ്ക് യു. അതൊരു ഫാക്ടറി സെറ്റപ്പ് ആണല്ലോ അല്ലേ? ഈ സ്ഥലം കത്തിപ്പോയി എന്ന് പറയണേട്ടാ നമ്മുടെ കൊറോണ സമയത്ത്. അമ്പോ ഇവിടെ ഡോണറ്റ് മാത്രം വിൽക്കണം കേട്ടോ. ഇതുണ്ടോ വെള്ളം ഉണ്ടല്ലോ? ഓക്കെ ഇതുണ്ടോ ഡോണറ്റ് റൗണ്ട് ചെയ്ത് വരില്ലേ? ഫ്രഷ് ഡോണറ്റ് സോപ്പ് വെള്ളം മാത്രമല്ല കഴുകിക്കൊണ്ടിരിക്കുക. സപ്ലൈ കൂടി ഉണ്ടാവില്ല ഇവിടെ. പ്രൊഡക്ഷൻ ഉണ്ടോ ചേട്ടാ? നോക്കാൻ നമുക്ക് പലതരം വെറൈറ്റി ഡോണറ്റ്സ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മള് UK കണ്ടുണ്ടോ സാധനമൊക്കെ? എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ടേസ്റ്റ് അങ്ങനെയായിട്ട് അവരുടെ സാധനം അതെ അല്ലേ? ഇത് കഴിക്കുമ്പോ ഉണ്ടല്ലോ ഇവര് ഫ്രഷ് ആണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വിഷ്വല് കാണാം. അമ്പോ വരുമ്പോ
തന്നെ നമുക്ക് ഇതാ കൊക്കോളയുടെ സാധനം ഉള്ളിൽ കിടന്ന് കത്തണ ബോട്ടിൽ ക്യാപ്സ് സീറ്റ് ഒക്കെ അറ്റത്തെ നമ്മുടെ ഊഞ്ഞാല് കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ കൊക്കോള ഫാക്ടറി അപ്പൊ ടൗണിൽ നടക്കില്ലാണോ? ഇതാണ് ഒളിമ്പിക് ഈ പാർക്ക് ഉണ്ടല്ലോ ഈ നടുക്കിലുള്ള ഇത് ഈ പാർക്കാണ് ഒളിമ്പിക്സ് പാർക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് ഒളിമ്പിക്സിന്റെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടന്നത് 1996 നമ്മുടെ വേൾഡ് ഓഫ് കൊക്കോളയിലേക്ക് ഇത് അടുത്തുട്ടാ. ടീം ട്രാവലേഴ്സിന്റെ അടുത്തൊരു മൈൽ സ്റ്റോൺ ഉണ്ട് അതില്. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ കൊക്കോള ഫാക്ടറി കാണിക്കാണ്ട് പോവാൻ തന്നെ പാടില്ലടാ. ഞാൻ ആലോചിക്കാൻ പോലും പാടില്ലേ കാണിക്കാതെ പോണത്. തൊട്ടപ്പുറത്താണ് അക്വേറിയം, ജോർജ് അക്വേറിയം. ജോർജ് അക്വേറിയം ലോകത്തിലെ ഏറ്റവും വലുത്. 2 വർഷം മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം ആയിരുന്നു. ഇപ്പൊ നമുക്ക് വേറൊരു ചൈനക്കാര് വന്നിട്ട് മൂടി. ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ ഇവിടെ പുറത്ത് ആൾക്കാര് ഫ്രീ ബൈബിൾ കോഴ്സ് ഉണ്ട്. പിന്നെ യഹോവ സാക്ഷി കുറെ സാക്ഷിത്വം സംഭവിക്കട്ടെ. അവിടെ ഉള്ളിൽ കയറിഞ്ഞത് കൊക്കോള വെറൈറ്റി ബോട്ടിലൊക്കെ ഉണ്ടല്ലോ ഉള്ളിലല്ലേ. ആൾക്കാർ ഈ വരി നിൽക്കണമെന്ന് പറഞ്ഞാ അക്വേറിയ. നമ്മൾ ദുബായ് അക്വേറിയം കഴിഞ്ഞ 2-3 മാസം മുമ്പ് നിങ്ങൾക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിന് അക്വേറിയം നമ്മൾ ഇതവണ കയറുന്നില്ല. നമ്മളിപ്പോ മെയിൻ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലാന്റ എന്ന് പറഞ്ഞാൽ കൊക്കോളയാണ്. കൊക്കോള കാണിക്കാണ്ട് പോകാൻ പറ്റില്ല നമുക്ക്. സ്കൂളുകളിൽ നിൽക്കണ നോക്കിയാ അക്വേറിയം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലോകത്തിൽ ഒന്നുകൂടെ ഇല്ലാത്ത ഒരു ടൈപ്പ് ഷാർക്ക് ഉണ്ട്. അതിന്റെ പേര് ഞാനിപ്പോ പറയാം. അതൊരു വേറെ അക്വേറിയത്തിൽ ഇല്ല, വേറെ ലോകത്ത് ഒരിക്കലും വലുതുണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ സാധനം കൊണ്ടു വയ്ക്കാൻ പറ്റില്ല കേട്ടോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ വലിയ ടാങ്കിനകത്ത് ഈ ഷാർക്കിനെ ഇതൊക്കെ ഇട്ടാണ്. പാർക്കിംഗ് കൂടെ $10. ഓവർനൈറ്റ് പാർക്കിങ്ങിന് 60 രൂപ കേട്ടോ. അമ്മ അടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 രൂപയുടെ ഉണ്ട്. 10 $10 for the first 3 hours. Yeah, that's great. Hyatt place. ഇവിടെ പിന്നെ കോപ്പിലോട്ട് ഈ ടൗൺ നമ്മൾ ചില ടൗൺ പോകുമ്പോൾ 40 രൂപ 50 രൂപയ്ക്കാണ് ടൗണിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാനായിട്ട്. 10 രൂപ അറ്റ്ലാന്റിൽ അതൊരു അട്രാക്ഷൻ കേട്ടോ. നമ്മുടെ വണ്ടി മറ്റുള്ള വണ്ടികളുടെ മുമ്പിൽ എടുക്കുമ്പോൾ ഒന്നും അല്ലാത്ത പോലെ ഇടാം നോക്കിയാൽ. ഷവർലയുടെ വണ്ടിയും അതുപോലെ സൂപ്പർ ഡ്യൂട്ടി ഫോർഡിനെ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്. ഫുൾ ഫോർഡ് ഇവിടുന്ന് അങ്ങോട്ട് സൂപ്പർ ഡ്യൂട്ടി വണ്ടികളാട്ടോ. അപ്പോൾ നമ്മൾ കൊക്കോള ഫാക്ടറി കാണാനായിട്ട് മൂവ് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ കൊക്കോള ഫാക്ടറി കാണാൻ മുമ്പിൽ പെൻഗ്വിൻസിനെ കാണാട്ടോ. നമ്മുടെ ഇത് മറ്റേ അക്വേറിയത്തിന്റെ പാർക്കിംഗ് ആയിരിക്കും അല്ലേ? ദുബായിൽ അക്വേറിയം കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അക്വേറിയത്തിന്റെ ഭ്രമമില്ല വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ അറ്റ്ലാന്റ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അക്വേറിയം എന്തായാലും വിസിറ്റ് ചെയ്തോളൂ. മാസീവ് കാഴ്ചകൾ എന്നാണ് പറയണത് കേട്ടോ. ഷാർക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതാണല്ലേ ഇവിടെ ഈ അക്വേറിയത്തിലുള്ളൂ, വേറൊരു ഇതിലില്ലല്ലേ ഇത്ര വലിയത്. യെസ്. നിങ്ങൾ ആരെങ്കിലും ആഫ്രിക്കയോ സൗത്ത് അമേരിക്കയോ സ്വപ്നം കാണണ്ട യാത്ര ചെയ്യാനായിട്ട് കൂടാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കെനിയ, ടാൻസാനിയ, മസായിമാരൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടാം. ഒപ്പം തന്നെ കിളിമഞ്ചാരോ, സദേൺ ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, നമീബിയ, സദേൺ ആഫ്രിക്കത്തെ രാജ്യങ്ങളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളാക്കിയത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് ചേക്കറാണ് ഒരു DMC ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് കമ്പനിയാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അറിയാത്ത ആൾക്കാരൊക്കെ നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് മാത്രം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫാമിലി ആയിട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടോ അന്യ ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ മുതൽ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. ആഫ്രിക്കയിലേക്കുണ്ട്, സൗത്ത് അമേരിക്കയിലേക്കുണ്ട്. ലോകത്തിലെ വേൾഡ് വണ്ടേഴ്സായ ക്രൈസ്റ്റ് റെഡീമർ, നാച്ചുറൽ വണ്ടറായ ഇഗ്വാസ് വാട്ടർഫോൾ, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഒപ്പം തന്നെ ലോകത്തിലെ അടുത്ത വണ്ടറായിട്ടുള്ള മാച്ചു പിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഇവിടേക്കൊക്കെയാണ് നമ്മൾ ടൂർ ഓപ്പറേറ്റ് ചെയ്യണത്. വലിയ ഗ്രൂപ്പുകളൊന്നുമല്ല, ഒരു 20-25 മാക്സിമം 20-25 പേരാണ് നമ്മൾ വിളിക്കുന്നത്. ഒരാൾ മുതൽ എത്ര ആൾ വേണമെങ്കിലുള്ള ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പേഴ്സണലൈസ്ഡ് ഒരു ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കൂട്ടുകാരായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സെറിമണികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു സെറിമണി ചെയ്യണം, ഞങ്ങൾക്കൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നേച്ചറായിട്ട് ഒരുമിച്ച് ഇന്ന് കല്യാണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ വെൽക്കം ടു ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ. വേറെ വൃത്തിക്ക് നമ്മൾ ചെയ്യണില്ല, നമ്മൾ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടാം. വെൽക്കം ടു ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻസ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുമ്പോൾ ചേട്ടനാ നീന്ന് പറയാമല്ലോ കേട്ടോ. ഞാൻ നീയൻ ചേട്ടൻ എന്നല്ല, അല്ലെങ്കിൽ ഞാൻ മാറിപ്പോവും. വേറൊരു സംഭവം ഉണ്ട്.
നിങ്ങൾ ഇപ്പം സാനപ്പൻ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്, മലാവി പോയിട്ടുണ്ട്. ലേക്ക് മലാവി എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട്, തേർഡ് ലാർജസ്റ്റ് ആണ്. അതിനകത്തുള്ള എല്ലാ ടൈപ്പ് ഫിഷും വളരെ കളർഫുൾ ഫിഷുകളൊക്കെ ഈ അക്വേറിയത്തിലുള്ളത് കളക്ട് ചെയ്തെടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഡിനോസറിന്റെ ഒക്കെ ജന്മം അവിടെ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഡിനോസറിന്റെ പല പാർട്സുകളും മലാവി തീരത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആണല്ലേ? യെസ്. അങ്ങനെ നമ്മള് നമ്മുടെ അക്വേറിയം കണ്ടുകൊണ്ടുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ബീവറേജ് ബ്രാൻഡായ കൊക്കോകോളയുടെ മുമ്പിൽ നമ്മൾ നിൽക്കണ. പറയും മനസ്സോർക്ക് ഇത് ആക്ച്വലി അറ്റ്ലാന്റക്കാര് പറയും, നമ്മള് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. ഞാൻ പലവട്ടം വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇത് ആക്ച്വലി ഇവരുടെ ഒരു മ്യൂസിയം ആണ്. ഓക്കെ. പക്ഷെ അപ്പുറത്ത് കാണുന്നത് ആ ബിൽഡിംഗ് കണ്ടത് ആ ഓമിനി ഹോട്ടൽ ബാക്കിലായിട്ടാണ് ഇവരുടെ ശരിക്കുള്ള ഹെഡ്ക്വാർട്ടേഴ്സ്, വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ. അപ്പൊ ഇവിടെ കമ്പനിയുടെ വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ്ലാന്റയിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ ഇതിനകത്തൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇവരുടെ സീക്രട്ട് റെസിപ്പി, കൊക്കോകോളയുടെ സീക്രട്ട് റെസിപ്പി റെസിപ്പി അത് ഇതിനകത്താണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ചുറ്റുപാടും മൊത്തം ഈ കൊക്കോകോളയുടെ കാർക്കൊണ്ട് മൂടിയിട്ടുള്ള സംഭവമാണ്. ഓരോരുത്തർ വന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളും എൻജോയ്മെന്റ് ഒക്കെ സൈഡുകൾ നടക്കണ്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ചിലപ്പം കൊക്കോകോള ഏതാണ് അതിന്റെ ആ ബെവറേജ് മാത്രമേ, പക്ഷെ ശരിക്കുള്ള കൊക്കോകോളയുടെ ബോട്ടിലിംഗ് ഇവരാണ് തുടങ്ങിയത്. ബോട്ടിലിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കുപ്പി ബോട്ടിലുണ്ടല്ലോ, ഈ കുപ്പി ബോട്ടിലുണ്ടെങ്കിൽ ഇത് കൊക്കോകോളയുടെ ഒരു ഇൻവെൻഷൻ ആയിരുന്നു. അത് നമുക്ക് വഴി കാണാം അതിനകത്ത്. അപ്പൊ ഇത് കണ്ടോ, ഇത് കൊക്കോകോളയുടെ ക്രിസ്മസിന് നമ്മൾ ഇതിനകത്ത് ഈ ഡോമിനകത്തോട്ട് തന്നെ വരുന്നത്. ഈ പോളാർ ബെയർ എന്ന് പറഞ്ഞ അത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വലിയൊരു ഇതാ എന്ന് പറഞ്ഞാൽ സാന്റാക്ലോസും എന്ന് പറഞ്ഞാൽ ആ കളറുകൾ കണ്ടോ, വെള്ളയും മൂടി നോക്കിയാലേ മൂടിയുടെ ഇന്ത്യക്കാരൻ നിൽക്കണം. മലയാളികളാണെന്ന് നോക്കി 2 പ്രാവശ്യം നോക്കേണ്ടി വരും. ഈ ക്യാപ്പ് തന്നെ ഈ കൊക്കോളയുടെ ആണ്, ഇവരാണ് ഉണ്ടാക്കിയെടുക്കണം. ഈ ബോട്ടിലിംഗ് ഈ ഷേപ്പില്ല ഈ ക്യാപ്പ് ഇതിന്റെ സയൻസും ടെക്നോളജി. ലോകത്തിലെ 500 ബ്രാൻഡുകൾ കേട്ടോ കൊക്കോളയുടെ കീഴിലുള്ളത്. ഈവൻ ഫാൻ്റെ ആയാലും 1 മിനിറ്റ് ആയാലും എല്ലായാലും സ്പ്രൈറ്റ് എന്തൊക്കെ വേണ്ട നിങ്ങൾക്ക് എല്ലാം ഈ കൊക്കോളയുടെ അണ്ടറിലാണ് ഉണ്ടപ്പോ ലോകത്ത്. വേൾഡ് ഓഫ് കൊക്കോള. അതും അറ്റ്ലാന്റയുടെ ഹൃദയഭാഗത്ത് കേട്ടോ. നമ്മള് അവിടേക്ക് പിടിക്കുന്നു പോകണ്ട, മെയിൻ ഡൗൺ ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കോള ഫാക്ടറിയിലേക്ക് അകത്തേക്ക് കയറാം. ഇവിടെ എന്തൊക്കെയോ പ്രത്യേകത ഒളിഞ്ഞിരിക്കണമെന്ന് മുത്ത് പറയണത് പിടിക്കലേ. പിന്നെ വേറൊരു കാര്യം, 200 രാജ്യങ്ങളിലാണ് ഈ കൊക്കോകോള വന്ന് നടക്കുന്നത്, ഇൻക്ലൂഡിങ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ എന്നുള്ള ഇത്രയും വലിയൊരു മഹാരാജ്യം, അമേരിക്ക, ഇവരെല്ലാരും കൺസ്യൂം ചെയ്യുന്ന കൊക്കോകോളയാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം. എൻട്രൻസ് ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇത് ഒരാൾക്ക് എത്ര എൻട്രി? $23 അല്ലേ? ഏകദേശം 1500 1800 രൂപയില്ലേ ഒരാൾക്ക്? നമുക്കിതിൽ ഗുണം പറഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര സോഡ വേണമെങ്കിലും കുടിക്കാം. കൊക്കോകോള 1800 രൂപയില്ലേ? അതെ. വയറ് വേറെ ട്യൂബ് ഉണ്ടാക്കേണ്ട ഒരു വെയിറ്റ് അപ്പൊ നമ്മൾ എൻട്രി ടിക്കറ്റ് കൊടുത്തുകൊണ്ട് അകത്തേക്ക് മാസ്മരിക ലോകത്തേക്ക് ഇറക്കണ്ട. ഏത് സംഭവത്തിന്റെ അകത്തേക്ക് കയറുമ്പോഴായാലും നമുക്ക് കാശ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ആദ്യം കാണാറുണ്ട് കേട്ടോ. നമ്മള് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പൂമ്പ് നമുക്ക് തരും കേട്ടോ. ഗ്രൂപ്പ് പിക്ചറില്ലാത്ത ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അവരതൊക്കെ എടുത്തതിനനുസരിച്ച് കാർഡ് തന്നിട്ടോ. ഇത് കൊടുത്താലോ കാശ് കൊടുത്താലോ കിട്ടണോ ഫോട്ടോ. അമ്പോ വന്ന് കേറുമ്പോ കളി വേറെയാണല്ലോ നെൽസ. ബോട്ടിലിംഗിന്റെ ആണ് പലതരം പറഞ്ഞാൽ സോഡയുടെ കാര്യം മാത്രമല്ലല്ലോ. ബോട്ടിലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോട്ടിലിംഗ് എത്തിക്കണല്ലോ സ്ഥലങ്ങളിൽ. അതെ അതെ. ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ. ശരിക്കും ക്രിസ്മസിന്റെ കളറും ഉണ്ടാകും കൊക്കോകോളയ്ക്ക് അല്ലേ? നമ്മുടെ ഡ്രസ്സിന്റെ കളറും മരല്ലത് കൊക്കോകോള. ഓരോ രാജ്യങ്ങളിലും ഓരോ അവരായിട്ടുള്ള ഒരു വേർഷനാണ്. ഒരു കൊക്കോകോള മാത്രമല്ല, പല രാജ്യങ്ങളിലും പല ടൈപ്പിലാണ്. നമ്മള് കരീബിയനിൽ മുമ്പുള്ള സാധനം വേറെ. ട്രക്സ്കന്റ് സ്ഥലം അതൊക്കെ അറബിക്ക് ലൈനാട്ടോ ഇവിടെ. ഇവിടെ കയറി വരുമ്പോണ്ടല്ലോ ഇവിടെ ഒരു ചെറിയൊരു ഷോ ഉണ്ട്. കൊക്കോളയുടെ ചരിത്രമൊക്കെ എഴുതിയിട്ടാ. ചിന്തിക്കാൻ പറ്റുമോ? കൊക്കോകോള എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോക ബ്രാൻഡാണ്. ട്രാവലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ്. ഓ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് അതാണ്. അപ്പം അറബിക്ക് അറബി, ഇന്ത്യ എല്ലാ സാധനമുണ്ട്. എല്ലാ രാജ്യക്കാരും പ്രീതിപ്പെടുത്തുന്ന സംഭവം ഉണ്ടല്ലേ. പിന്നെ വേറെ ശ്രദ്ധിക്കാൻ പോകുന്നത് ഒളിമ്പിക്സിന് വലിയൊരു ഭാഗമാണ് കൊക്കോകോള. ഓക്കെ. അത് നമുക്ക് കാണാം. ഇതാണ് പണ്ടത്തെ സ്റ്റൈല് കൊക്കോകോളയുടെ മെഷീന്. നാട്ടില് കൊക്കോകോള മെഷീന് വരണായിട്ട് മുമ്പുള്ള സംഭവം. അത് ചൈനയല്ലേ തുടക്കത്തിൽ ഇൻവെന്റ് ചെയ്തിട്ട് ചൈന കേട്ടോ. നോക്കിയാ കൊറിയയാണ്. ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ സ്റ്റൈലായിരുന്നു പണ്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ പിന്നെ 70-ലൊക്കെ ഇങ്ങനെയാണ്. 1970-ലല്ലേ? 50 പൈസ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത്. അന്നൊന്നും ഡയറ്റ് കോക്കട്ടോ. അത്ര വർഷം ബാക്കിലിരിക്കുന്നത് നോക്കിയാലേ.
ഇത് ഓരോ രാജ്യങ്ങളിൽ ഉള്ള കൊക്കോകോളയുടെ ഒക്കെ ഈ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഓരോ ബോക്സുകൾ കാണിക്കണം കേട്ടോ, ഓരോ സ്ഥലത്ത് ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാലോ 1886 കൊക്കോകോള തുടങ്ങിയത്. 1886 അത് തുടങ്ങിയത് ഇങ്ങനെയാണ്, ഈ ഇങ്ങനെയായിട്ടില്ല, ഇതിനകത്തായിരുന്നു. ബോട്ടിലൊന്നുമല്ലല്ലോ. 1 ഔൺസ് സിറപ്പും പിന്നെ 5 ഔൺസ് വെള്ളം, അങ്ങനെയാണ് അവർ ചെയ്തോണ്ടിരുന്നത്. ഓക്കെ. ഇത് അവിടുത്തെ ഇതിന്റെ തുടങ്ങിയ ആളുണ്ടല്ലോ, അയാള് കെമിസ്റ്റ് ആയിരുന്നു, സയന്റിസ്റ്റ് ആയിരുന്നു. അയാള് കോഫ് സിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ ചുമയുടെ മരുന്നിനാണ് കഴിക്കുന്നത്. തൊണ്ടവേനയ്ക്ക് ഈശ്വര തിയേറ്ററാണല്ലോ ഇവിടെ. രാഗം മാറിക്കേണ്ടി വരുമല്ലോ അല്ലേ? ഇതിപ്പോ ഇതിന്റെ ഹിസ്റ്ററി കൂറ്റൻ തിയേറ്ററാടാ, ചെറിയ തിയേറ്റർ ഒന്നല്ല, കൂറ്റൻ തിയേറ്റർ ഉണ്ടാക്കിയിട്ടിരിക്കുക. വലിയ തിയേറ്ററിനുള്ളിൽ കയറി പോലെ കേട്ടാ. പലതരം തിയേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സാധനം കാണുമ്പോൾ കുടിക്കാൻ തോന്നില്ലേ? അങ്ങനെ പരസ്യം അങ്ങനെ തന്നെ പോണതല്ലേ? തണുത്തിട്ട് നല്ല ദാഹിച്ച് വരുമ്പോ ഒരു കുപ്പി കൊക്കോകോള അൺഹെൽത്തി ആണ്, പക്ഷെ അത് കുടിക്കുമ്പോ ഒരു സുഖം വേറെ തന്നെയാടാ. ഭയങ്കര പരിപാടിയാട്ടോ. ഒരു 6 മിനിറ്റിന്റെ വീഡിയോ കാണിച്ചവര്. എന്റെ പൊന്നോ, നല്ല കിറങ്ങിട്ട് നമ്മുടെ കരഞ്ഞുപോയി സത്യം പറഞ്ഞു. ഇമോഷൻ അങ്ങനല്ലേ, വാല് വലിച്ചെറിയാട്ടെ ഇമോഷൻ. ഇമോഷണലിന് ആൾക്കാർ കീഴടക്കണടാ. അപ്പൊ നമ്മളിനി മെയിൻ സംഭവത്തിലേക്ക് കാണാൻ പോടാ. കൊക്കോകോളയുടെ അപ്പന്മാരെ തേടിയുള്ള യാത്രയാണ് നമ്മള് അറ്റ്ലാന്റയിലെ വന്ന് നിൽക്കുന്നത്. കിട്ടില്ല എപ്പിസോഡാവാൻ ചാൻസ് ഉണ്ട് ഞങ്ങള് ലാബിലേക്ക് ലാബ് എന്ന് പറഞ്ഞാല് ഈ കൊക്കോകോളയുടെ പല ടെസ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ടേസ്റ്റ് നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പല കോമ്പിനേഷനായി നമുക്ക് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ ലാബ് ലബോറട്ടറി. കൊക്കോകോളക്ക് ഇവിടുത്തെ പച്ച കളറായില്ലോ. പാകിസ്ഥാനിലേക്ക് പോയിട്ടാ കുറച്ചു നേരം പാകിസ്ഥാൻ നാച്ചുറലി സ്വീറ്റ് കൊക്കോകോള. ഈ കോക്ക എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ഈ കൊക്കോകോള എന്നുള്ള പേരുണ്ടായിട്ടോ. അത് ഈ കോക്ക എന്നാണ് അവരത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് സിഗോ കോക്കനട്ട് വാട്ടർ. അതെ, ഇതൊക്കെ മറ്റേ മിക്സിങ്ങിന്റെ സംഭവങ്ങളാട്ടാ. ടെക്നോളജി ഒപ്പം വളർന്നിട്ടോ. നോക്കി ഇതൊക്കെ ബ്രാൻഡുകളാണ് അവരുടെ. അതുണ്ടോ ചില്ലും കുപ്പി. അത് കഴിഞ്ഞിട്ട് 1955 66 1955 മാറണല്ലേ. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോൺ പെമ്പർട്ടൺ ഇയാളാണ് ഇതിന്റെ സയന്റിസ്റ്റ്. ഈ പുള്ളിയാണ് ഈ സാധനം ഇൻവെന്റ് ചെയ്തത്. പുള്ളി പറഞ്ഞ പോലെ പല ടൈപ്പ് ഫ്ലേവറുകളൊക്കെ ഒരുമിച്ച് വെച്ച് കാര്യങ്ങളൊക്കെയാണ് പുള്ളി സെറ്റ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് ആ സൗണ്ട് നമുക്ക് കാലിയാട്ടോ. അതിന്റെ അതുണ്ട് 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 അതുണ്ട്. ശരി, ആ സ്ഥലത്തുള്ളോട്ടോ. നാട്ടിൽ എസ്പെഷ്യലി ആൾക്കാർ ഒരിക്കലും ഇങ്ങനത്തെ റൗണ്ട് റൂം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ വളരെ ഫെയിലായി പോകും. ഞാൻ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. ഓക്കെ. അപ്പൊ നമ്മളിനി അടുത്ത നമ്മുടെ കുടിപ്പരിപാടിക്ക് തീരാ പോവാ അല്ലേ? ലാബ് ഇവിടെയാണ് ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ, അടുത്ത ടേസ്റ്റുകൾ. സോഡ കൊക്കോള എന്ന് പറഞ്ഞ ഒരു സാധനം മാത്രമല്ല, പല ടേസ്റ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം. 4ാമത്തെ ഫ്ലേവർ സ്റ്റേഷൻ. അവിടെ നിന്ന് ക്ലാസ് എടുക്കണു. ഇതൊക്കെ 3 ക്ലാസ് വന്ന വഴിക്ക് 3 പേരുണ്ടെന്ന് കണ്ടാ. കറക്റ്റ് അളവാ. ഓക്കെ, ഏതാ വേണ്ടേ? ഫ്രൂട്ടി ആണ് ഇഷ്ടം. ഫ്രൂട്ടി എടുക്കണം നമ്മള്. ഫ്രൂട്ടി എടുത്ത് നമ്മളൊരു 42 കൊടുക്കണു. അതെ, മതി മതി മതി. ടേസ്റ്റ് നോക്കിയാൽ മതി. കുടിച്ചോ. താങ്ക് യു. അധികം കുടിച്ചാലേ ചിലപ്പോൾ നമുക്ക് എല്ലാം കുടിക്കാൻ പറ്റില്ല. റെഡി. താങ്ക് പ്ലസ്. ടേസ്റ്റ് ഉണ്ടോ നോട്ടെ. ബെറി ആയിട്ടുണ്ട്. ബെറി അല്ല, ബെറി ചെറി റാസ്ബെറി അങ്ങനത്തെ. നമുക്ക് സ്പൈസ് നോക്കാം. സ്പൈസ് എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. റെഡി? സ്പൈസ് വെക്കേണ്ടി വരും. സ്പൈസ് ഞെക്കി. റെഡി? അതെ, അങ്ങോട്ട് പോകുന്നത് എന്താ ഗ്രീൻ കളർ ഒന്നല്ലോ. അതാ സ്പൈസിന്റെ ഒരു സംഭവം. ടോണിക്കാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്കാക്കോള മൂട് ഉണ്ട്. സ്പൈസാണ്. കുഴപ്പമില്ല. നമുക്ക് സിട്രസ് കുറച്ച് മതിട്ടാ. കുറച്ച് മതിട്ടാ. എങ്ങനെയാ മതി. കുറച്ച് മതി എനിക്ക്. റെഡി? നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമായി. ഏറ്റവും
ഇത് ഡ്രിങ്കിന്റെ കാര്യം മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ബോട്ടിലിങ്, ഇതിന്റെ വാട്ടർ, വെള്ളം, ഓരോ ട്രെയിനിലും ഓരോ ഇതിലും എന്ന് പറഞ്ഞാൽ നാട്ടിലാണെങ്കിൽ അവർക്ക് അവരായിട്ടുള്ള ടോപ്പ് പ്യൂരിഫിക്കേഷൻ സിസ്റ്റം റെസിപ്പി ഒക്കെ ഒരേപോലെയാണ്. വെള്ളത്തിന് മാറ്റം, വെള്ളത്തിന് മാറ്റം, അതിന് ഗ്യാസ് എന്തോരം ഗ്യാസ് അടിക്കുന്നത്. ഇത് വേറെ നമ്മുടെ കൊക്കോള, കൊക്കോളയും വാട്ടറും ഉണ്ട് കേട്ടോ. ഇതിലുണ്ട് ടാബ്, ഇതിൽ ടാബ് അല്ലേ? ഇതാണ് ഇപ്പോഴത്തെ കൊക്കോള. ഇതാണ് ന്യൂ കൊക്കോള അല്ലേ? സാധാരണ നല്ല കൊക്കോള. ടാബ്, ടാബ്. ഇത് വേറെ ടൈപ്പ് സോഡയാണ്. ഇതാണ് കളറാണ് ഇത് വേറെ ടൈപ്പ് ടോണിക് മാതിരി ടേസ്റ്റ് ടോണിക്ക് ഒരു ഷുഗർ ഫ്രീ ടേസ്റ്റ് പോലെ ഉണ്ടല്ലോ ടോണിക്കല്ല. ഇതാണ് പുതിയൊരു ടെസ്റ്റ് ബെവറേജ് ആണ്. ഇത് പുതിയ കോക്കിന്റെ ഒരു സംഭവമാണ്. ഇതൊരു പേരിട്ടില്ല, നമുക്ക് ഇത് നോക്കാം, ടേസ്റ്റ് നോക്കാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ ചുമന്ന കളറാണ്, എന്താ റെഡ് കളർ വീഞ്ഞു അല്ലേ അവിടെ വീഞ്ഞും കൂടെ ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു എന്താണ് പറഞ്ഞത്, എന്നാ അത് ബെറി, ഒരു പൂവിന്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? പക്ഷെ മധുരം അടിച്ച് കയറ്റിന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവരുന്ന ഒരു ഇൻസുലിൻ ഇവിടെ വന്നു കഴിഞ്ഞാല് മധുരം ഉണ്ട്, എല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ കാര്യം, നമുക്ക് അധികം മധുരം ഇല്ലാത്ത ഇഷ്ടമില്ലാത്ത തന്നെ. അപ്പൊ നമ്മളിനി അടുത്ത വോൾട്ടിലേക്ക് പോകണല്ലേ? പിന്നെ കോക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് അറിയാലോ. നാട്ടില് പാട്ടുകാര് കോക്ക് സ്റ്റുഡിയോന്റെ ഒരു മ്യൂസിഷ്യൻ അതറിയാ. എസ് എം മ്യൂസിഷ്യൻ എന്നായിരിക്കും എന്തൊരു പറയാ? വണ്ടി ഹാർലി ഡേവിഡ്സൺ ആണല്ലേ? ഓക്കെ, നമ്മൾ മറ്റേ ജാക്ക് ഡാനിയൽസിൽ പോയി ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ മ്യൂസിക് മൂഡാണല്ലോ മൊത്തത്തില്. കഴിഞ്ഞ ഇങ്ങോട്ട് തിരിയുമ്പോട്ടോ ഓരോ സ്റ്റുഡിയോകൾ കയറി വരാട്ടാ. പാട്ടുകാരന്മാരല്ലേ? ഇതാണോ പാടിക്കൊണ്ടിരിക്കട്ടോ. ഓരോ രാജ്യത്തിലും ഓരോ കോക്ക് സ്റ്റുഡിയോ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലേ? അതായത് പലതരം രാജ്യങ്ങളിലുള്ള കോക്കിന്റെ അല്ലേ? അമ്പോ ഇത് ഭയങ്കര സീറോ മാംഗോ, ഓറിയോ സീറോ ഷുഗർ എന്നൊക്കെ. ഈശോ, ടർക്കി, പലതരം വെറൈറ്റി ആഫ്രിക്കയില് ബർക്കീന ഫാസോ തൊട്ട് ആഫ്രിക്കയില് വരുമ്പോണ്ടാ മൊസാംബിക്ക്, ബർക്കീന ഫാസോ, സിറാലിലിയൻ എല്ലാം ഉണ്ട് കേട്ടോ. കോക്ക് എല്ലാവരുടെയും തൊട്ടിട്ടുണ്ട് ഈ ലോകത്ത്. കളർ കോമ്പിനേഷനാ കാച്ചിട്ടാ. ഒന്ന് കഴിഞ്ഞ ഒന്നാണ്, അപ്പൊ തന്നെ വരും അടുത്ത്. നമ്മുടെ ഇംഗ്ലീഷ് സിനിമ കാണാൻ പോലെ അല്ലേ ഇത്? റെസിപ്പികളെ സൂക്ഷിക്കണ മുറിയില്ല ഇതിന്റെ? നമ്മുടെ കൊക്കോളയുടെ റെസിപ്പികളെ സൂക്ഷിക്കില്ല, അതിനുള്ള വോളുണ്ട്, അതിനുള്ള ഡോറ നമ്മൾ കാണുന്നത് കേട്ടോ. സീക്രട്ട് കേട്ടോ. ഇതിന്റെ ഉള്ള സീക്രട്ട് എന്ന് പറഞ്ഞത് കയറി വരുമ്പോ അടച്ചു പൂട്ടില്ലേ? ഓ, സെക്യൂരിറ്റി ഉണ്ടല്ലോ ഫുള്ള്. എവിടേക്ക് പോണെന്ന് വെച്ചാൽ എവിടേക്ക് പോണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അവര് തീരുമാനിക്കട്ടെ എവിടേക്ക് പോണെന്ന്. വേണ്ട, ഇതിന് ഫാർമസി അല്ലേ? ഈ ഫാർമസിസ്റ്റ് ആണ്. ഇത് ചുമമരുന്ന് വേണ്ടിയിട്ടാണ്, ചുമയ്ക്കാൻ മരുന്നാക്കിട്ട് തുടങ്ങിയതാ. മാജിക് ഫോർമുല. പുള്ളിയുടെ ഫാമിലി. ഇതൊക്കെ 1888 മുതലുള്ള കഥയായിട്ട് പറഞ്ഞോ. ചെറിയ കളില്ല, ഇത് ഫുള്ള് ആൾ ഇൻവെന്റ് ചെയ്യുമ്പോ കണ്ട സാധനങ്ങൾ ഈ കാണാട്ടെ മൊത്തം. ഇതുണ്ടോ? എല്ലാവരും ഹിസ്റ്ററി വായിച്ച് വരണം. നമ്മൾ ഹിസ്റ്ററി ഓടിച്ചോടിച്ച് പോട്ടാ. Artificial flavor. Yeah. What's in Coca-Cola? No artificial flavor, no added preservatives. പറച്ചിലായിരിക്കും കുടിച്ചു കഴിഞ്ഞാൽ വയ്യാണ്ട് വന്നിട്ട് അങ്ങനെയുണ്ട്. സീക്രട്ട് റൂമിലത്തെ സീക്രട്ടുകളാണ് കണ്ണട നോക്കിയാണ്ടാ. ഈ ഫോർമുല ഇന്ത്യയിലാണ് തുടങ്ങിയത്. ഫോർമുല അയാൾ ഇന്ത്യയിൽ വന്നിട്ട് നോക്കിയാ. പുള്ളിയുടെ ഇൻസ്പിറേഷൻ, കൊക്കോളയുടെ ഇൻസ്പിറേഷൻ പുള്ളിക്ക് ഇന്ത്യയിൽ നിന്നാണ് കിട്ടിയത്. അതെ, തുടങ്ങുന്നുണ്ട്. ഫോർമുല ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ. ഓ, പ്രൗഡ് ഓഫ്. അത് കളിക്കട്ടാ. കൽക്കട്ടയിലല്ലേ? 1883 3 വർഷം മുമ്പ് ചിന്തിക്കാൻ പറ്റൂട്ടോ. കൊൽക്കട്ടത്തെ കഥ പറയണ്ടാ. കൊക്കോള ആരംഭിച്ചത് കൊൽക്കട്ട എന്നാന്ന് പറയുമ്പോഴാണ് രസം. അമേരിക്ക തന്നെ ഇന്ത്യ നോക്കണം കേട്ടോ.
ഇവിടെ കുറെ ചരിത്രങ്ങളും പരിപാടികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. എന്താണെങ്കിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ വേണം ഒരു 3-4 ദിവസം കേട്ടോ. ആ To protect its secret from the Coca-Cola voluntary left India ആ for nearly 2 decades. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇന്ത്യയുടെ സാധന കൊക്കക്കോള എന്താല്ലേ വിശ്വസിക്കൂ, പറയാൻ പറ്റില്ല. ഇതാണ് ഇവര് തന്നെയാ പറയണത്, നമ്മളൊന്നും പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കി പറഞ്ഞല്ല ഇത് ഉണ്ടാക്കി പറയാൻ ഇവിടെ ഉണ്ടാക്കി പറയാൻ പറ്റില്ല. ഉണ്ടാക്കി പറയാൻ പറ്റില്ല. അവര് ഫാക്ട് ആയിട്ടാണ് അവര് പറഞ്ഞത്. മരുന്ന് കണ്ടുപിടിച്ചത് ഇന്ത്യയില. അമേരിക്ക വേറെ കാര്യമുണ്ട്. ഇന്ത്യയിലാണ് പൊക്കി പറയണ്ടാവും. ആൾക്കാർ കൂടുതൽ കുടിക്കുന്നത് കൊക്കോള ഇന്ത്യയിലാണേ. അപ്പൊ ഇനിയിപ്പോ ചെറുതാക്കണ്ട, അങ്ങനെ ഉണ്ടാവേ അമേരിക്കടാ. സീക്രട്ട് ഈ സീക്രട്ട് വാൾട്ട് ഇവിടെയാണ് കാണാൻ പോകണം. ആ വാൾട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാണ് വാൾട്ട് ഓഫ് ദി സീക്രട്ട് ഫോർമുല. സെക്യൂരിറ്റി ഉണ്ടോ പെൺകുട്ടി കേട്ടോ. സെക്യൂരിറ്റി അവിടെ വലിയ റൂമിലേക്ക് വന്നിരിക്കട്ടാ. എവിടെ സീക്രട്ട് എഴുതിക്കണേ? കുറച്ച് പേര് തുറക്കും നോക്കാം. എവിടെ തുറക്കണം? എന്താണ് തുറക്കാൻ പോണ? എവിടെ തുറക്കട്ടോ? എല്ലാവരും അങ്ങനെ ഒറ്റടിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. വാലടക്കണം. ടെക്നോളജി ഉണ്ടാകണ്ടേ? ടെക്നോളജി വന്നു. ലോക്ക് തുറക്കൂല. അപ്പൊ ലോക്ക് തുറക്കട്ടോ. ഡോറ് പട്ടയ്ക്ക് ചിലപ്പോ എല്ലാവരും ഉണ്ടോ നോക്കടാ. സെക്യൂരിറ്റി പോയിട്ടാ. ഇവിടെ എന്താ സംഭവിക്കും? സീക്രട്ട് പറയാനാ പോണാട്ടോ അവര്. ഇതന്നെ വോൾട്ട് അല്ലേ? ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് സീക്രട്ട് ഇരിക്കുന്നത്. ചെറിയൊരു ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിയുമ്പോ ഫോർമുല തുറന്നു കാണിച്ചാലോ ഇല്ലല്ലേ? അങ്ങനെ ഇംഗ്ലീഷ് സിനിമകൾ കാണാമോ? ടെക്നോളജി സിനിമകൾ കാണാൻ പോലെ അല്ലേ? നമ്മുടെ സീക്രട്ട് റൂം ഭയങ്കര സെക്യൂരിറ്റി വെച്ചാ. ചെറിയ സെക്യൂരിറ്റി ഒന്നുമല്ല. എത്ര ആളൊന്നും ഇടിച്ചാലും പൊട്ടില്ല. ബോംബ് പൊടിയാലും പൊട്ടില്ല. നമ്മുടെ കൈ ബയോമെട്രിക്കൽ കൊടുത്താൽ മാത്രമേ തുറക്കുള്ളൂ. സെക്യൂരിറ്റി അടിയിൽ നിന്ന് മുകളിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ സെക്യൂരിറ്റി ആടാ. പക്ഷേ അപ്പോൾ പരിപാടി കഴിഞ്ഞു. അടുത്ത പരിപാടി അപ്പം ഇങ്ങനെ നമ്മൾ ചരിത്രങ്ങളും പഴയതല്ല ഫോട്ടോസ് പരസ്യങ്ങളുടെ ഫോട്ടോസ് 1940 പരസ്യമൊക്കെ കേട്ടോ മെക്സിക്കോയിൽ കേട്ടോ കൊക്കോള പിടിച്ച് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഇവിടെ ഒരു ലോകത്തേക്ക് വരാം കേട്ടോ. ആ ഒരു മിനി ലാസ് വേഗാസ് ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ അവര്. ഇൻവെന്റ് ചെയ്ത് അല്ലേ? ജേക്കബ്സ് ഫാർമസി അല്ലേ? അവർ ചരിത്രം ഉണ്ടല്ലോ സ്ട്രീറ്റ് ആക്കി മാറ്റിരിക്കട്ടോ. എങ്ങനെ ഒരു സംഭവത്തിന്റെ ബിസിനസ് ആക്കാന്ന് വരെ ജസ്റ്റ് അമേരിക്കനെ കണ്ടുപിടിക്കുന്നത് നല്ല കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും അത് മൂവ് വെച്ചിരിക്കട്ടോ. ഓ ഇത് ഭയങ്കര പരിപാടി. ഇതുണ്ടോ കൊക്കോളയുടെ വണ്ടി. ഡെലിവറിയിൽ പോകണമെന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ബോട്ടിലിംഗ് ഇത് ഉണ്ടാക്കുന്നത് ഷവർലെറ്റ്. നോക്കിയാലും ഈ വണ്ടി ആയിരിക്കും ഇത് വരണ വന്ന് പണ്ട് കാളവണ്ടി വരണ പോലെ ഈ വണ്ടി വരാം. ലോജിസ്റ്റിക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെയാണ് ഇവര് ലോകത്തിന് കൊടുത്തത്. അതെ അതെല്ലാം കൂടി വെറുതെ ഒരു കൊക്കോളയില് ഡ്രിങ്ക് മാത്രമല്ല, അതിനെ എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ ഫ്രാഞ്ചൈസി ചെയ്യാം, എങ്ങനെ മാറ്റാം എല്ലാം പഠിപ്പിച്ചിട്ടില്ല. ഈ കാർബൺ ഗ്യാസ് ഇതിങ്ങനെ അടിച്ചു കയറ്റുന്നൊക്കെ ഇവരുടെ ടെക്നോളജിയാണ്. അതാണ് അതിന്റെ ഒരു ഇത്. ഇതുണ്ടാ പണ്ടത്തെ കുപ്പി ഉണ്ടാ. നമ്മള് ഔസേപ്പേട്ടന്റെ കടയിൽ പോയിട്ട് ഗോലി ഉണ്ടത്. ഗോലി ഒന്നും ഉണ്ടാ പണ്ട് കുടിച്ചൊക്കെ ഓർമ്മ വരണം നമുക്ക്. ഈ ബോട്ടിലിംഗ് ഇവരാണ് അതിന്റെ തുടങ്ങിയത്. ബോട്ടിലിംഗ് ഗ്രേറ്റ്. ഏതാന്ന് പാക്കിങ് പണ്ടത്തെ പാക്കിങ്ങാണ് നമ്മൾ കണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ബ്ലെൻഡ് കണ്ട കൊക്കോളയുടെ പാക്കിങ് നോക്കിയാൽ ട്രേഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏത് കുട്ടിക്ക് പോലും കൊക്കോള എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴും കാണാം. 100 കൊല്ലം മുമ്പും പിള്ളേർക്ക് അറിയാം അല്ലേ കൊക്കോള എന്നിട്ടാണ് പരസ്യം ചെയ്യണതല്ലേ? 1950 കഥ പറഞ്ഞോ നോക്കിയാ ടിവിയില്. ടിവിയില് പരസ്യം കൊടുത്തിട്ടും നോക്കിയാ പരസ്യം നോക്കിയാ
ഓ അന്നും വിഷ്വൽ മാജിക്കട എഡിസൺ കഴിഞ്ഞിട്ടുള്ള ഓരോ കളി വേറെ കാര്യം. മലയാളത്തിലല്ല ഇപ്പത്തെ സിസ്റ്റം ആണോ തന്തൂരി ചിക്കൻ്റെ ആ ഒരു ഐസ് ഇടാത്ത കൊക്കോള പിന്നെ ഒരു സൂഷി അതെ അതന്നെ 16 നമ്പർ 16 അതന്നെ സെറ്റ് ചെയ്യോ അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലേ ഒരു അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഒരു 5 ഹാംബർഗർ, ഒരു 4 പിസ്സ, പിന്നെ ഒരു 6 ഐസ്ക്രീം, അല്ലല്ല പിന്നെ ഒരു ഡയറ്റ് കോക്കും പ്ലീസ്. ഇപ്പൊ തരും കേട്ടോ, ഇപ്പൊ തരും. ഓരോ ലോകേ ഉണ്ടാക്കിയിട്ട് കാണുമ്പോഴേ നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റട്ടാ. ഇതൊക്കെ കണ്ട ആസ്വദിക്കാതെ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്പ്രൈറ്റിന്റെ പരസ്യം കണ്ടോ നോക്കിയാ, ഇവിടെ ലിംക അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതെ ബ്രാൻഡുകൾ അവർ എടുത്ത് ഓരോന്ന് പറയുന്നൊരു ചൂണ്ടി കാണാ. ഫാൻറ്റയുടെ നോക്കിയത് കണ്ടോ, ഫാൻറ്റയുടെ എപ്പോഴും ആ ടൈപ്പിലുള്ള കുപ്പിയാ ഓർമ്മയില്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൊക്കോള ഉണ്ട് ഇവിടെ. അമ്പോ എന്തുട്ടോ ഫ്രെയിം അല്ല. മമ്മാവോ കുട്ടികൾക്ക് പാല് കൊടുക്കാനായിട്ടുള്ള അറിയില്ലടാ. ഒരു ഗ്യാപ്പിൽ ഒരു ചെറിയ റൂം പാല് കൊടുക്കുക, ഫീഡിങ് കൊടുക്കുക. ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം അല്ലേ. നമ്മള് ലോകത്തുള്ള എല്ലാ കോക്കും ഉണ്ടല്ലോ, ഞങ്ങൾ എടുത്തു കേട്ടോ. ഇവിടെ ഇത് കോക്ക വേണ്ട നമുക്ക്, എല്ലാ കോക്കൂട്ടാ. കോക്കിന്റെ അപ്പന്മാരുണ്ട് കേട്ടോ. ആഫ്രിക്ക പോയുള്ള കോക്കുണ്ട്, സൗത്ത് അമേരിക്കൻ കോക്കുണ്ട്, അമേരിക്കൻ കോക്കുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഏതാ വേണ്ട പറയും. നോർത്ത് അമേരിക്ക XXX ഉണ്ട്, XSI. ഇത് ആമസോൺ പഠിക്കാം, ആമസോണിൽ ഉണ്ടത് നമ്മളില്ല കേട്ടോ. ഇതൊക്കെ നോർത്ത് അമേരിക്കൻ സാധനം. പക്ഷെ അസായുടെ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇന്ത്യ തംസപ്പ് ഗൈസ്, നോക്ക്. തംസപ്പ് ഇല്ലാത്ത ഇന്ത്യ ഇല്ലേട്ടോ. അതെ നോട്ടെ, ഫാന്റെ തംസപ്പിന്റെ ഒരു മറ്റേ ഇതുണ്ടല്ലോ, തംസപ്പന്നെയാണ് തംസപ്പന്നെയാണ് പുഷിട്ടോ. ചെറിയ നമ്മുടെ എന്തൊരു സാധനമാണ്, ഇഞ്ചി അല്ല ജീരകമാണല്ലോ മെയിൻ സാധനം. ഡൊമിനിക്കൻ റിപ്പബ്ലിക്, കോസ്റ്റാറിക്ക, ചില്ല, ഗ്രീസ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഇന്ത്യ, വെനസ്വല, നോർത്ത് അമേരിക്ക. XXX വന്ന നോർത്ത് അമേരിക്ക കേട്ടോ, വീണ്ടും നോർത്ത് അമേരിക്ക. ഇതിന്റെ മുകളിലെ പ്രൊഡക്ഷൻ നടക്കണ്ടോ നോക്കിയാ, ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ഷൻ ആണ്. പക്ഷെ ഇങ്ങനെയാണ് അവർ കണ്ട, ഇവിടെ ഇങ്ങനെയാണ് ഈ മറ്റേ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടക്കണ കണ്ട, റണ്ണായി കണ്ട. നമ്മൾ ഫോർഡ് ഫാക്ടറിയിൽ പോയി ഓരോന്ന് പോകണമല്ലോ, അതേപോലെ കൊക്കോള കമ്പനിയിലുള്ള എങ്ങനെയാണ് അതിനെ അവർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ടാ അടുത്ത കോണ്ടിനെന്റ് ഇന്തോനേഷ്യ, സ്പെയിൻ, നോർത്ത് അമേരിക്ക, ഫിലിപ്പീൻസ്, ജർമ്മനി, മഡഗാസ്കർ നോക്കട്ടെ. മഡഗാസ്കർ കാണാം. അയ്യോ, മഡഗാസ്കർ വൈറ്റ് കളറാണോ. തായ്ലാൻഡില് അത് മഡഗാസ്കർ ഞാൻ കഴിച്ചിട്ടുണ്ട് സാധനം. തായ്ലാൻഡ് മിക്ക നോട്ടല്ലോ ഞാൻ ഇതേതാണ്, തായ്ലാൻഡാണോ? തായ്ലാൻഡ് എനിക്കൊരു നോട്ടം കൂടുന്നുണ്ടാ. എനിക്ക് മണക്കാസ്കാർ ഇഷ്ടമായി. അല്ലേക്കുണ്ട് തായ്ലാൻഡ് ഇമുണ്ടപ്പോ ഇല്ലല്ലോ. ജർമ്മനി ചെറിയ തരിപ്പുണ്ടെന്ന്, തായ്ലാൻഡ് ചെറിയ തരിപ്പുണ്ടെന്ന്. ജർമ്മനി നോക്കാം. ഇതൊരു മെസോമിക്സ്. ഒന്ന് മൂട് മാറിപ്പോണു. ഇവിടേക്ക് വരുമ്പോ ഇത് സെയിം തന്നെയാ. നമുക്ക് ബ്ലൂ ഇതൊന്നും കിട്ടാത്താ, നമ്മൾ ബ്ലൂ ടെസ്റ്റ് ചെയ്തിട്ടില്ല. മിനിമേഡ് ലെമണേഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം ഇൻകാകോള എന്ന് പറയുന്നത് വിശ്വസിക്കാം. നോക്കിയാ നമ്മുടെ പെറു ഇൻകാകോള കേട്ടോ, മൈ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ സാധനം അല്ലേ ഇങ്ക, അടിപൊളി. ആദ്യം കഴിക്കുമ്പോ കഴിക്കും, പിന്നെ മതിരിക്കും. സിംബാബ്വെ കഴിച്ചില്ല കേട്ടോ, കഴിക്കണം.
മെല്ലൻ ഫ്രോസ്റ്റി എപ്പോഴും തായ്ലാൻഡ് പോണല്ലോ. പതുക്കെ റൈറ്റിലേക്ക് പോവാന്നിട്ട് പതുക്കെ ഫാൻഡാന്ന്. ടാൻസാനിയ ഇത് അടിപൊളിയാ, അടിപൊളിയാ. ഇതിലെ ചെറിയ ടാൻസാനിയ പിടിക്കാൻ പോണോ? ഇഞ്ചിയാണോ റെഡി. നീ കുറച്ച് ടാൻസാനിയ കേട്ടോ. മസാലമാരെ കാണാൻ ആഗ്രഹമുണ്ടോ? ടാൻസാനിയ പെട്ടെന്ന് പിടിച്ചോ. ഓ ഇഞ്ചിയില്ല, ഇഞ്ചി മൂക്കിലോട്ട് കയറി പോയി. ഈ സാധനമല്ലേ ഇറ്റലി, ഇത് ഒരു വല്ലാത്തൊരു ഇത് നമ്മുടെ ഈ കയ്പക്കയുണ്ടല്ലോ, കയ്പക്ക അതിന്റെ എന്റെ വയറ് പറഞ്ഞിട്ടാ. എനിക്കിന്റെ ടേസ്റ്റ് ചെയ്യണ്ട. ചെറിയ കയ്പ. അത് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ട. മതി, ഞാൻ റെഡി ഉണ്ട്. ഫുള്ള് ഗ്യാസാട്ടാ. പണിയുണ്ട്. അങ്ങനെ വരുമ്പോ മൾഡോവ, പനാമ, ചൈന, മെക്സിക്കോ, ജർമ്മനി, നോർത്ത് അമേരിക്ക എന്നിട്ട് വിറ്റാമിൻ വാട്ടർ 0. അമേരിക്ക തൊട്ടോ വെറുതെ കുറച്ച് വന്നിട്ടോ. ബാർബിക്യോ ചൈനക്കോ? തെറി പറഞ്ഞാലോ, ഒരു തെറി കൊണ്ട് പറയാനല്ലേ. നമ്മളെ ഞാൻ നിർത്തിട്ടാ ഒരു വിധമായിട്ട്. ഇനി ടേസ്റ്റ് നോക്കിയാലേ, ടേസ്റ്റ് നോക്കാൻ ആളുണ്ടാവില്ല. ആ എന്തായാലും ലോകത്തിലെല്ലാം പരിചയപ്പെട്ടു അല്ലേ? അത് കളിക്ക്. മാർക്കറ്റിങ്ങിനായിട്ടുള്ള സംഭവം നോക്കിയാ ചൈന കേട്ടോ. പക്ഷെ ഭയങ്കര രസത്തിലൊരു മേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോ അല്ലേ. അങ്ങനെ നമ്മള് കൊക്കക്കോള ഒക്കെ കുടിച്ചിട്ടുണ്ടല്ലോ. വയറ് പൊട്ടാന്ന് പറഞ്ഞ പോലെ, ഗ്ലാസ് പൊട്ടണ പോലെ വയറ് പൊട്ടിരിക്കാണ് നമ്മളെ. മോഹൻ ലുക്കല്ല, അതിന് വയറ് നിറഞ്ഞിട്ടേ വയറ് ഒതുക്കി പിടിച്ചിട്ട് നല്ല ലുക്കാ. ചെരിവ് കൂടിയാണെങ്കി. അങ്ങനെ നമ്മള് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടേ എക്സ്ട്രാ അടിക്കാനായിട്ട് ഇവിടുത്തെ ഒരു സ്റ്റോറിലുണ്ട് കൊക്കോള എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. എന്തിട്ടൊക്കെ വേണ്ടേ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. അറ്റ്ലാന്റ, ഹോം ഓഫ് കൊക്കോള തന്നെ കുപ്പിയുടെ പോലത്തെ സെയിം സംഭവങ്ങളൊക്കെ കൂടെ നമുക്ക് മേടിക്കാൻ പറ്റും. നമുക്ക് അധികം പ്രാന്തില്ലാത്ത കാരണം അധികം മേടിക്കില്ല കേട്ടോ. പാവാട വരുന്നുണ്ട് ഇവിടെ. ഫുഡിയും പാവാടയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കുള്ള കൊക്കോള ഇവിടെ നിന്ന് മേടിക്കണമെങ്കിൽ അതും മേടിക്കാം കേട്ടോ. പഴയതും പുതിയതും, പഴയ കുപ്പി പുതിയ കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ എക്സ്റേ അടിക്കാം. സ്കൂളത്തെ കുട്ടികളും നമ്മളൊന്നും കുട്ടികളും കൂടെ എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. എല്ലാവരും ചുവന്നാന്ന് കേട്ടോ. നമ്മൾ കറക്റ്റ് റെഡ് എടുത്തുട്ടോ. പുറത്തേക്ക് ഇറങ്ങി ചൂട്, തണുപ്പ് കാലം വന്നിട്ട് കഴിയില്ല കേട്ടോ. അറ്റ്ലാന്റ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൂപ്പൻ ചിന്തിക്കാൻ പറ്റോ? വരുന്നുണ്ട് കേട്ടോ നമ്മള് അപ്പൂപ്പനെ തേടിയിട്ട്. അങ്ങനെ നമ്മള് നമ്മുടെ കൊക്കോള കമ്പനിയുടെ അറ്റ്ലാന്റ സിറ്റി ടൂർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വല്ല സ്പെഷ്യൽ ഉണ്ടോ അറ്റ്ലാന്റക്കാര് പറയട്ടോ? ഇവിടെ ആയിരുന്നു CNN ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇപ്പൊ അല്ല. അപ്പൊ അവിടെയാണ് ഏറ്റവും വലിയ എസ്കലേറ്റർ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പോകുന്നത്. കൊളംബിയയിലെ കിടക്കണല്ലോ. അതെ, കൊളംബിയയിലെ ലോകത്തിലെ ഏറ്റവും വലുത് പോയി, ഫിനിഷായി. അപ്പം ഡൗൺ ടൗണിൽ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലേ? നമ്മൾ വിചാരിച്ച ഡൗൺ ടൗണിൽ നല്ല ആൾക്കാർ ആളൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു അവനിത പോലീസ് ഉണ്ടോ? പിന്നെ അതനുസരിച്ച് എന്തെങ്കിലും മറ്റേ വലിയ ഗേ പരേഡോ അങ്ങനെ എന്തെങ്കിലും വരണം. നമ്മുടെ ടൈം സ്ക്വയർ പോലത്തെ ഏരിയകളൊന്നും ഇല്ല അല്ലേ? ഇല്ല, അത്രയും തിരക്കുള്ള സ്ഥലങ്ങളില്ല. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഫിലിപ്സ് അറീന, അത് കഴിഞ്ഞ് മെർസിഡീസ് ബെൻസിന്റെ സ്റ്റേഡിയമാണ്. വേൾഡ് കപ്പും അതും ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. അപ്പൊ നമുക്ക് മോളിൽ നിന്നൊക്കെ കണ്ടാണ്ടല്ലോ, ഇതിങ്ങനെ തുറക്കും, ഇങ്ങനെ ഭയങ്കര രസം അത് കാണാൻ. സ്റ്റേഡിയം വേൾഡ് കപ്പിന് അമേരിക്ക കൊടുത്ത കഥയാവൂലെ? ഇവിടെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഡൗൺ ടൗൺ മൊത്തം നമുക്ക് കാണാട്ടോ.
ഇവിടെ കൂറ്റം ബിൽഡിംഗ് ഉണ്ടല്ലോ അല്ലേ? അറ്റ്ലാന്റ അറ്റ്ലാന്റ. ആ അറ്റ്ലാന്റ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇങ്ങനെ എഴുതിക്കണല്ലേ? സ്റ്റേറ്റ് ഫാം അറീന എന്ന് പറയും. സ്റ്റേറ്റ് ഫാം അറീന. സ്ട്രേറ്റ് ഫാം. സ്റ്റേറ്റ് ഫാം അറീന കേട്ടോ. AMG കണ്ടോ ഒരു സംഭവം? അയ്യോ, ബെൻസ്. അതന്നെ സ്റ്റേഡിയം അല്ലേ? സ്റ്റേഡിയം. അടുത്ത വേൾഡ് കപ്പിന് അർജന്റീനയും ബ്രസീലൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലമാട്ടത്. മെഴ്സിഡസ് ബെൻസിന്റെ സ്റ്റേഡിയം. അതിന്റെ ഡിസൈൻ തന്നെ ഉണ്ടോ? ടെക്നോളജിയുടെ പീക്കില്ലേ? ഇങ്ങനെയും പരസ്യം കൊടുക്കട്ടോ. നോക്കിയാ അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ പോണ സ്റ്റേഡിയം കണ്ടോ? AMG പരസ്യം മുമ്പിൽ കേട്ടോ. AMG സ്റ്റേഡിയത്തിന്റെ സൈഡിൽ കൂടെ പോവാന്ന് ചോദിച്ചോട്ട് നമ്മൾ ഡൗൺ ടൗൺ നിങ്ങൾ ഫുള്ള് കാണിച്ചിട്ട് പോകണ്ട. നമ്മൾ അറ്റ്ലാന്റ സിറ്റിയും അരിച്ച് പറക്കിയിട്ട് പോവുള്ളൂ. ഇത് മെഴ്സിഡസ് ബെൻസിന്റെ സ്റ്റേഡിയം. ഇപ്പൊ കളി നടക്കണില്ല കേട്ടോ. അവിടെ ഓപ്പൺ അല്ല ഇപ്പോൾ. അത് അല്ലെങ്കിൽ നമുക്ക് കയറി നോക്കായിരുന്നു. ഇപ്പോൾ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല കേട്ടോ. മെസ്സിയും റൊണാൾഡോ ഒക്കെ വന്ന് കളിക്കാൻ പോകണമെന്നുണ്ടോ ലാസ്റ്റ് വേൾഡ് കപ്പ് അവരുടെ. സോ ചുരുക്കം പറഞ്ഞ അറ്റ്ലാന്റ ഫാൽക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുട്ബോൾ ടീമാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അതുപോലെ അറ്റ്ലാന്റ യുണൈറ്റഡ് FC സോക്കർ അവരാണ് ഇവിടെ. കപ്പാസിറ്റി ഉണ്ടാവുന്നുള്ളൂ. കപ്പാസിറ്റി കുറച്ച് കൂടുതൽ 75,000 പേരാണ് ലാർജ് ഇവന്റിന്. അതുപോലെ ഈ ഇതിന്റെ കോസ്റ്റ് $1.6 ബില്യൺ ആണ് വന്നത്. 1600 കോടി ഡോളർ. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് ഓക്യുലസ് റൂഫ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിങ്ങനെ റിട്രാക്ട് ചെയ്യും. റൂഫ് ഇങ്ങനെ മോൾ ഇങ്ങനെ തന്നെ ഒരു ലോട്ടസ് പെറ്റൽ ഇങ്ങനെ തുറങ്ങുന്ന പോലെ. അതാണ് അതിന്റെ ഒരു ഇത്. അതുപോലെ ഇതിന്റെ ലാർജസ്റ്റ് സ്ക്രീനാണ് ഇതിന്റെ LED സ്ക്രീൻ. പല രീതിയിലാണ് ഹൈ ടെക്നോളജി സ്ക്രീനാണ് വരുന്നത്. അറ്റ്ലാന്റ നല്ല കാണല്ലോ. ഓരോ സ്കോറിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ അറ്റ്ലാന്റ നഗരത്തിലേക്ക് കൂടെ പോയിട്ട് ഇന്ന് വൈകിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഡിന്നർ ഉണ്ട്. അത് കഴിക്കാൻ നമ്മൾ ഇത് കഴിഞ്ഞാൽ പതുക്കെ മൂവ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ജിജേട്ടൻ്റെ അപ്പച്ചയ്ക്ക് ഇന്നലെ നമ്മൾ അപ്പച്ചനെ കണ്ടിട്ടുണ്ടായിരുന്നു. വെൽക്കം. ആ ഒരു സ്വർഗത്തിലേക്ക് ഞങ്ങൾ വന്നു, എത്തിച്ചേർന്നു. പവറല്ലേ അപ്പച്ച? അപ്പച്ചൻ്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞ ഒരു ഇൻട്രോ പിടിച്ചാൽ നമുക്ക്. എൻ്റെ പേര് ഒഫീഷ്യലി തോമസ് വർക്കി. വീട്ടിലൊക്കെ വിളിക്കുന്നത് ജോയ്. നാട്ടിൽ വിളിക്കുന്ന വേറെ പേരൊന്നും ഇല്ലല്ലോ? ഇല്ല നാട്ടിലില്ല. വർക്കേടാൻ. അത് ഫാദറിന്റെ പേരാ. മുട്ടത്ത് വർക്കി. ഓക്കെ. ഇതാണ് നമ്മുടെ ചെറിയൊരു വീട്. മതി. സ്വപ്ന ഭവനം. ചെടിമയാണല്ലോ എൻ്റെ ഉള്ളു. ജംഗിൾ. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആവും രണ്ടാമത്. ഇത് പ്ലാസ്റ്റിക് ആണോ? അത് ഒറിജിനലാണോ? ഒറിജിനലാണല്ലേ. വിശക്കുന്നുണ്ട്. ഭക്ഷണം എന്തായോ? എന്നിട്ട് മേശ വയ്ക്കാൻ സ്ഥലമില്ല. ഹായ്. How are you? I'm fine. Sando. I'm Sini. Sini. Yes, nice to meet you. No problem. മലയാളം പറയ്. അത് മതി. ഇവരൊക്കെ ഷിക്കാഗോ വന്നിറങ്ങണാണ്. നമ്മുടെ കസിൻസ് ആണ്, നമ്മുടെ ചങ്ക്സ് ആണ്. 5 മണിക്ക് ചിക്കാവുന്നതാണ്. ചേച്ചി നമസ്കാരം. ബർത്ത്ഡേ കേള് ഒന്ന് ഇപ്പൊ മിനിങ്ങിലോ. ഇന്നലെ പണി കഴിഞ്ഞ് വന്ന കാരണമാണല്ലേ. ഹലോ, ഹൗ ആർ യു? പെർഫെക്റ്റ്. ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. അമ്മച്ചി ഇന്നലെ കണ്ട റോള് വേറെ, ഇന്ന് കണ്ട റോള് വേറെ. ഓറല്ല എന്തൊരു സ്പെഷ്യൽ കൊറേ സ്പെഷ്യൽ ഉണ്ടാക്കിണ്ടെന്ന് പറഞ്ഞു. അത് മതി, അത് കുഴപ്പമില്ല. തൃശ്ശൂരും തൊടുപുഴയൊക്കെയുള്ള കൊളാബറേഷൻ വന്നിരിക്കുന്നത് രണ്ടും കൂടി മിക്സ് ആണ്. അത് മതി. അപ്പച്ച എത്ര നാളായി ഇവിടെ വന്നിട്ട്? അവര് നിങ്ങൾ ഏത് വർഷം? 40. അപ്പച്ചനും വന്നിട്ട് എത്ര? 40 വർഷമായി. ഞങ്ങൾ 82 വന്നു. 82 മുമ്പ് വന്നു. 86. ഓക്കെ. അന്ന് ഇവിടെ വരുമ്പോ അമേരിക്ക എങ്ങനെ ഇരിക്കണ്ടായിരുന്നു? അമേരിക്ക വാസ്തവത്തിൽ ശരിക്കുള്ള അമേരിക്ക ആയിരുന്നു. നമ്മൾ കാണുന്ന നമ്മുടെ സ്വപ്ന ലോകമായിരുന്നു അന്ന്. നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് കയറി നമുക്ക് ഷേക്കാൻ തരും. ഹലോ, ഹൗ ആർ യു എന്നൊക്കെ ചോദ്യം. ഇപ്പൊ നമ്മള് മുഖത്ത് നോക്കി അവർ തിരിഞ്ഞു പോകണം. അത്ര വ്യത്യാസം വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഓർത്തു. ആ പഴയ നമ്മുടെ പിള്ളേര് നമ്മുടെ നല്ല അനുസരണത്തിലാണ്. പിള്ളേര് മനസ്സിലായിരുന്നു. ഞങ്ങളങ്ങനെ എല്ലാരും കൂടുമ്പോഴുള്ള ആ സന്തോഷവും ആ കാലങ്ങളൊക്കെ പോയി. എല്ലാവർക്കും പൈസ മതി. പൈസയായിപ്പോ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല അല്ലേ? പണ്ടങ്ങനെയല്ല. അപ്പച്ചൻ്റെ കുറെ കഥകൾ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഥകളൊക്കെ കണ്ട നമുക്ക് പണ്ടത്തെ ബിലായി കഥകള്.
അപ്പച്ചൻ ബിലായി സ്റ്റീൽ പാനലിൽ കഥകൾ പറഞ്ഞതിൻ്റെ അടുത്തേ എൻ്റെ അപ്പനാണ് ബിലായി സ്റ്റീൽ പാനലില്. ഞാന് ഒറീസയിലായിരുന്നു ആദ്യം ജോലി ചെയ്ത് ഫസ്റ്റ് ജോബ്. ഹൈഡ്രോളിക് പവർ പ്ലാന്റ്. അവിടെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ അവിടെ നിന്ന് ഞാൻ സ്ഥലം വിട്ടു. ഓടിപ്പോയി ബിലായിൽ വന്നു. 1960 കാലഘട്ടത്തിലാണ്. 60 അല്ല 71. പിന്നെ അവിടുന്ന് ബഹറിൽ പോയി. ബഹറിൽ 1 വർഷം ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് ഇന്റർവ്യൂ നടത്തി സൗദിക്ക് പോയി. സൗദിയിൽ ഒരു 1.5 വർഷം ജോലി ചെയ്തു. നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞു. പിന്നെ അയാൾ തിരിച്ചു പോയില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ പോവാൻ തോന്നിയില്ല. പിന്നെ ദുബായിൽ വന്നു. ദുബായിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് 1982 ഇവിടെ എത്തി. എന്റെ വിസ തൊഴിൽ കിട്ടി. അങ്ങനെ ഇവിടെ. ഇന്നലെ നമുക്ക് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും. ജിജാട്ടിന് ഇത്രയും വലിയൊരു മകനുണ്ടായിരുന്ന അത്ഭുതത്തോടെ ഞാൻ നോക്കിയത്. ഞാൻ കളിയാക്കാന്ന് വിചാരിച്ചേ. അതെ ഡാൻസറാണോ? ചേച്ചി ഭയങ്കര ക്രിയേറ്ററാണ് അല്ലേ? ചേച്ചിയുടെ ക്രിയേറ്റീവ് റീൽസ് നമ്മളൊന്ന് കണ്ടുട്ടാ. ഇത് അത് ഞാൻ മറ്റേ മീഡിയ മറ്റേ ഏഷ്യനെറ്റ് ടിവിയിലത്തെ റിപ്പോർട്ടറാണ്. ചിലപ്പോ വരും. അല്ല ഞാൻ ഡ്രസ്സപ്പ് ചെയ്തായിരിക്കും. അതാ വേണ്ട നമുക്ക്. എത്ര ഉള്ളോ മാറ്റി പിടിക്കാം. എന്ന് പറഞ്ഞപ്പോ കൂടെ വേണ്ട ടച്ചിങ്സ് മാത്രമല്ല കേട്ടോ. റെസിപ്പി ഉണ്ടല്ലേ? നമ്മുടെ ഷാംജിന്റെ വീഡിയോ ഷാംജിന്റെ വീഡിയോ പിടിച്ചിങ്ങനെ ഫ്രിഡ്ജ് മതി. സെർച്ചിൽ പോലും ഇല്ല ഞാൻ. അതാണ് രസേ. ഒരു ഫ്രിഡ്ജ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എങ്ങനെയാണ് ഉണ്ടല്ലോ? അല്ല ഫ്രിഡ്ജും കൂടി സബ്സ്ക്രൈബ് ആയല്ലോ. അമ്മച്ചിയുടെ വീട് തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂര് നെല്ലിക്കുന്ന്. ഞാന് ആ സ്ഥലം കിണറുണ്ട്. നെല്ലിക്കുന്ന് കിണറിന്റെ അവിടുന്ന് താഴോട്ട് പോയിട്ട് അവിടെ ചെന്ന് ഫസ്റ്റ് സ്ട്രീറ്റ് ഹൈലാൻഡ് സ്ട്രീറ്റ് എന്ന് പറയാം. അവിടെയാണ് ഇവിടെ. അപ്പൊ അന്ന് വന്ന അപ്പച്ചനോടെ ഒന്ന് വന്നല്ല ഇവിടെ? അന്ന് ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു കിട്ടിയത്. അമ്മച്ചി പ്രൊഫഷണൽ നേഴ്സാണോ? അല്ലല്ല, ഞാൻ ഇവിടെ ഗവൺമെന്റ് അക്കൗണ്ടിങ്ങില് ഗവൺമെന്റിന്റെ ഇതിലായിരുന്നു. സിവിൽ സർവീസ് ടെസ്റ്റ് അങ്ങനെ ജോലി ചെയ്ത് റിട്ടയർമെന്റ് ആയി. ഇപ്പൊ സ്വസ്ഥമായിട്ട് അച്ഛനും പേര് മാത്രം? ഞങ്ങൾ രണ്ടുപേരും തന്നെ. പിന്നെ ചാച്ചന്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ ചേട്ടനനിമാരൊക്കെ ഉണ്ട്. ഇവിടെയാണല്ലോ US ഉണ്ടല്ലോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പെങ്ങളും ഒരു ചേട്ടനും മാത്രമേ ഉള്ളൂ. അമ്മീരെ മറ്റേ ഓട്ടോബയോഗ്രഫി എടുക്കുക. ഉറുമ്പിന്റെ അപ്പന്റെ പേര് നിങ്ങൾ പറയണ അപ്പൻ. ഉറുമ്പിന്റെ അപ്പന്റെ പേര് ആൻഡപ്പൻ. എന്നിട്ട് അപ്പള 42 കൊല്ലമായിട്ട് മലയാളം മറന്നിട്ടൊന്നുമില്ല. ഗെയിമുണ്ട്. അമ്മിച്ചിയുടെ ഇന്നത്തെ സ്പെഷ്യലുകളാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നട്ടാ. മീൻകറി ഉണ്ട്. ഇതൊന്നിട്ട് കൂട്ടാൻ സാൽമൺ ഉണ്ട്. പിന്നെ വന്നിട്ട് മാങ്ങാക്കറി, ചിക്കൻ ബേക്ക്, നല്ല സാമ്പാറ്, കുത്തരി ചോറ്, അതെന്താ മിക്സ് ചെയ്യുന്ന ഉള്ളു കണ്ടന്റ് എന്നിട്ടാ മീനും. ഓക്കെ, ഇത് മീൻ പീരല്ലേ? കോളാബി, പിന്നെ പാപ്പറട്ട്. പണിണ്ടാ ചേട്ടാ. ആവോലി വറുത്ത് ഇപ്പൊ സൈഡിൽ നിന്ന് ഞങ്ങൾ തുടങ്ങണം കേട്ടാ. മീൻ വറുത്ത അടിപൊളിയാണ് ഉണ്ടെന്നിട്ടൊക്കെയാലും സൂപ്പറാണ്. പിന്നെ മീൻ പീര് എടുത്തിട്ടുണ്ട്, മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി തുടങ്ങണം. കുറച്ച് ഉപ്പേരി ഇട്ടിട്ട് തുടങ്ങാന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ ഒരു കഥ നമുക്ക് കേൾക്കാണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, രാവിലെ 4 മണിക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് എനിക്ക്. എവിടുന്ന? ന്യൂയോർക്കിലെ ബീക്കൺ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ബീക്കൺ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് വരണം. അപ്പൊ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോണ വഴിക്ക് നല്ല സ്പീഡിലാണ് കത്തിക്കുക. ആ സമയത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു ടണലുണ്ട്. ഈ ടണലിന്റെ കറക്റ്റ് ബിഫോർ ഒരു മാൻ വന്നിട്ട് ഒറ്റ ഇടിയ എന്റെ വണ്ടിയില്. മാൻ വന്നിട്ട് ഇടിച്ചു. മാൻ ഇങ്ങനെ ചാടി ഇടിച്ചതാ. സാധാരണ നമ്മൾ മനുഷ്യനല്ല, മനുഷ്യന്മാരെ ചോദ്യം മാന് ഡിയർ വന്നിട്ട് ഇടിച്ചു.
ഇടിച്ചിട്ട് ഞാനെന്ത് ചെയ്യും, പെട്ടെന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ സ്റ്റക്കായി. ഞാൻ അതിനെയും ഉരുട്ടി ഈ ടണലിന്റെ, വലിയ ടണലല്ല, ഈ ടണലിന്റെ അപ്പുറത്ത് വരെ കൊണ്ടുപോയി നല്ല തണുപ്പുള്ള സമയമാണ്. അവിടെ സൈഡിൽ നിർത്തിയപ്പോഴത്തേക്ക് ആരോ, അന്നൊന്നും എല്ലാവർക്കും ഫോണും കാര്യങ്ങളൊന്നുമില്ല, ആരോ വിളിച്ച് പറഞ്ഞ് പോലീസ് വന്ന വഴി അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഹാപ്പൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫീസർ ഡി ആണ്. അപ്പോൾ പറഞ്ഞു വെരി ഇസ് ഡി എന്ന് ചോദിച്ചപ്പോൾ റൈറ്റ് ഭയങ്കര തണുത്തിട്ട് വിറക്കിയ ഞാൻ. അപ്പോൾ പുള്ളി എന്നെ പോലീസ് സ്റ്റേഷനിൻ്റെ വണ്ടിക്കകത്ത് ഇരുത്തി കുറേ നേരം ഇരുത്തി കഴിഞ്ഞ് വെച്ചിട്ട് അവൻ ടോ ട്രക്ക് വിളിച്ചിട്ട് എൻ്റെ കാറ് ടോ ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഇതിനു മുമ്പ് വേറൊരു മലയാളി എക്സാക്ട്ലി ഓഫീസർ വന്നപ്പോൾ ഓഫീസർ ഐ ഹിറ്റ് എ മാൻ എന്ന് പറഞ്ഞു. വെർ ഇസ് ദ മാൻ എന്ന് ചോദിച്ചപ്പോൾ മാൻ ഈസ് ദേർ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു യു ഗെറ്റ് ഇൻ ദ കാർ എന്ന് പറഞ്ഞു. ഓഫീസർ യുവർ കാർ ഓർ മൈ കാർ, യുവർ കാർ ഓർ മൈ കാർ. ഇതാണ് വേറൊരാൾക്കുണ്ടായ സംഭവം. പക്ഷെ ഇതും എൻ്റെ സ്റ്റോറിയും അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഞാനാണ് അതിന്റെ മെയിൻ ആണെന്ന് ആക്കി തീർത്തു. ഇന്നത്തോടെ ആ പ്രശ്നം തീർന്നു. എന്തായാലും താങ്ക് യു. നാളെ കാണാം. ശരി, താങ്ക് യു. കഥകളൊന്നും ആയിട്ടില്ലേ? ആളുകൾ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞാൽ സമാനമായിട്ട് കഥ പറയാൻ പറ്റില്ലേ? വേറെ ഒന്നും വരാം. താങ്ക് യു ഫോർ ചേച്ചി. ശരി കേട്ടോ, താങ്ക് യു. നാട്ടിൽ പോലെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. പാമ്പിച്ചി ഓക്കെ, താങ്ക് യു. സന്തോഷം വന്നേനെ. ഒരുപാട് ഉണ്ടാക്കി തന്നതിൽ സന്തോഷം, മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റിയ സന്തോഷം. എനിക്ക് ആൾക്കാർക്കൊക്കെ ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ളത്. ടേസ്റ്റ് ഉണ്ട് ആൾക്കാർക്കല്ല, നമുക്ക് ഞങ്ങളുടെ രണ്ട് ഡിഫറെന്റ് ഇതല്ലേ. അതിന് തൃശ്ശൂർ ടേസ്റ്റ് ഉണ്ട് എന്തായാലും. ടച്ച് തൃശ്ശൂരാ കോട്ടേജ്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇന്നൊരു ലോങ് എപ്പിസോഡായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൊക്കക്കോളയും ഫുഡും പരിപാടികളൊക്കെ ആയിട്ട് ഒരു ഫാമിലി എപ്പിസോഡാണ് കഴിഞ്ഞത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ്.